ഹായ് കൂട്ടുകാരെ, നമ്മളിപ്പോൾ കണ്ടിട്ട് കുറേയധികം ദിവസമായില്ലേ. കുറച്ചധികം പ്രശ്നങ്ങളായിപ്പോയി. അപ്പോൾ പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ട് എന്തിനാ വെറുതെ നിങ്ങൾ വന്നിട്ടുള്ളത് കഥ കേൾക്കാനല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ അടിപൊളി ഒരു ഹിന്ദി ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മിസ്റ്ററി ത്രില്ലർ മൂവിയിലേക്ക് പോയാലോ. കഥ ഏതാന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത് റിലീസായിട്ടുള്ള ഒരു അടിപൊളി ഹിന്ദി മൂവി രാത്തു കാ റാസ്. കുറെ നാളായിട്ട് പ്രതീക്ഷ പോലെ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിച്ച കിടിലൻ കിണ്ണം കാച്ചി ഇൻവെസ്റ്റിഗേഷനും അവസാനം കുറെ ഗസ്സിങ്ങിലൂടെ നമുക്ക് ഏകദേശം ഒരു കുറ്റവാളിയുടെ ഐഡിയ കിട്ടും. എന്നാൽ അവിടുന്ന് നമ്മളെ പറ്റിച്ചിട്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വേറെ ലെവല് ട്വിസ്റ്റോട് കൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്. അതായത് പ്രായപൂർത്തിയാവാത്തതും ആയതുമായിട്ടുള്ള ചെറിയ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിക്കുന്ന സേവ എന്ന് പറയുന്ന ഒരു സ്കൂളിലെ വാർഡൻ കൊല്ലപ്പെടുകയാണ്. എന്നാൽ അതിന്റെ പിന്നിലെ അന്വേഷണം പോകുമ്പോൾ അതവസാനം മറ്റു മരണങ്ങളിലേക്കും മറ്റ് പല ചുരുളിലേക്കും ചെന്നെത്തിക്കുകയാണ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് മൈൻഡ് കുറച്ച് ഡിസ്റ്റർബ് ആണ്. അതിന്റെ ഒരു കാരണം നമ്മുടെ സീരീസ് ആ ചാനൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കുറച്ച് സീരീസുകൾ കണ്ടുവച്ചിട്ട് ചെയ്യാന്ന് കരുതിയപ്പോഴാണ് പണി പാളുന്നത്. അപ്പോൾ പുതിയൊരു സീരീസ് ചാനലിലെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സീരീസുകളും മറ്റ് അന്യഭാഷ സിനിമകളും കാണാൻ താല്പര്യമുള്ള എല്ലാ കൂട്ടുകാരും ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഇനി ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇതുപോലുള്ള കഥകൾ കാണണം തോന്നുകയാണെങ്കിൽ ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കഥ ആരംഭിക്കല്ലേ. ഈ കഥയുടെ ആരംഭത്തിൽ നമ്മുടെ ഈ കഥയിലെ ഹീറോ ആയിട്ടുള്ള SH ഓഫീസർക്ക് ഒരു കോള് വരികയാണ്. അതായത് തന്റെ അസിസ്റ്റന്റാണ് വിളിച്ചിട്ടുള്ളത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ആ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്ലൈൻഡ് സ്കൂളുണ്ട്. പ്രായപൂർത്തിയാവാത്ത ചെറിയ കുട്ടികളടക്കം കുറെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ആ ഒരു സ്കൂളിന്റെ പേരാണ് സേവാ സ്കൂള്. ആ സ്കൂളിലെ ലേഡി ഗാർഡൻ ആയിട്ടുള്ള സംഗീതയെ ആരോ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അസിസ്റ്റന്റിനെ ആ ഒരു ക്രൈം സീനിലേക്ക് പറഞ്ഞയച്ചിട്ട് നമ്മുടെ ഹീറോയും അങ്ങോട്ടേക്ക് പോവാണ്. ഈ SHO ഓഫീസർ എന്ന് വെച്ചാൽ ഒരു ഏരിയയിൽ ഒരു സ്റ്റേഷൻ ഉണ്ടാവില്ലേ, ആ സ്റ്റേഷനിലെ മുഴുവൻ അധികാരവും ആ ഒരു ഓഫീസർക്കായിരിക്കും. അങ്ങനെ മർഡർ നടന്ന ആ ഒരു സേവ ബ്ലൈൻഡ് സ്കൂളിലേക്ക് നമ്മുടെ അസിസ്റ്റന്റ് വരികയാണ്. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നേ. ആ ഒരു സ്കൂളിന്റെ അരികിൽ തന്നെ ആയിട്ട് ഒരു ഹോസ്റ്റലും ഉണ്ട്. അപ്പോൾ ആ ഒരു ഹോസ്റ്റലിൽ നിന്നിട്ടാണ് അവിടെയുള്ള കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മരണപ്പെട്ട വാർഡൻ സംഗീതയുടെ റൂമിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ പ്രിൻസിപ്പൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഷോക്കായിട്ട്, അല്ല സാറേ, നിങ്ങളോട് ആരാ വാർഡൻ മരണപ്പെട്ട കാര്യം പറഞ്ഞ്? ഞങ്ങള് സംഗീത അവരുടെ അനക്കൊന്നുമില്ലാതെ കണ്ടപ്പോൾ ഉടനെ തന്നെ ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് നോർമൽ ഡെത്താന്ന് പറഞ്ഞേ. അപ്പൊ അസിസ്റ്റന്റ്, അതൊക്കെ അവിടെ വെക്കട്ടെ, ബോഡി കൊണ്ടുപോകണം, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന്റെ ആവശ്യം എന്താ സാറേ? അതിന്റെ ഒക്കെ ആവശ്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. താൻ തൽക്കാലം കുറച്ചു നേരം പുറത്തിറങ്ങിക്ക്. അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങിയ ശേഷം വാർഡൻ സംഗീതയുടെ ആ ഒരു റൂമിലെ അത് മുഴുവൻ ലോക്കിയാണ്. അതുപോലെ സംശയം തോന്നുന്ന എന്തെങ്കിലും ആ റൂമിൽ നിന്നോ അല്ലെങ്കിൽ ആ സ്കൂളിൽ നിന്ന് കിട്ടുമെന്നോ ആ സ്കൂളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഒന്ന് ചോദ്യം ചെയ്യാനും കൂടെയുള്ള കൊളീഗ്സിനോട് പറയാണ്. എന്നാൽ കൂടെയുള്ള കൊളീഗ്സ് ആണെങ്കിൽ തീരെ ഒരു ഉത്തരവാദിത്തമില്ലാതെ ആർക്കോ വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അസിസ്റ്റന്റ് പ്രിൻസിപ്പലിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ആരെ ഇവരുടെ മരണം കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ചേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങനെ ആരും വിളിക്കാൻ സാധ്യതയില്ല സാറേ. ആഹാ, ആണോ? അല്ല ആരെ ഇപ്പോ സംഗീതം മരിച്ചത് ആദ്യം കണ്ടേ? അപ്പോ ആ ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറുണ്ട്. ഇവരുടെ പേര് മഹിമ എന്നാണ്. അവര് പറയുന്നത്, സാറേ സാധാരണ സംഗീതമില്ലേ രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. എന്നാൽ ഇന്നാണെങ്കിൽ 7 മണി കഴിഞ്ഞിട്ടും അവർ വരുന്ന കാണാതായപ്പോ ഞാൻ പുറത്ത് ജനലിലൂടെ നോക്കിയപ്പോഴാണ് അവര് കട്ടിൽ തന്നെ ചെരിഞ്ഞ് കിടക്കുന്ന കണ്ടേ. എന്തോ ഒരു പന്തികേട് തോന്നിട്ട് ഞാൻ കുറെ വിളിച്ചു നോക്കി, ജനലിൽ തട്ടിയിട്ടും ഒരു റെസ്പോണ്ടും ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ വാതിലും തുറന്നിട്ട് ഉള്ളിൽ കയറിയപ്പോഴാണ് അവസ്ഥ മനസ്സിലാക്കി. പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിക്കുകയും ചെയ്തു. അപ്പൊ അസിസ്റ്റന്റ്, അല്ല കഴിഞ്ഞ രാത്രി മേഡം എത്ര മണിക്കാ കടന്നെന്ന് ഓർമ്മയുണ്ടോ? ഒരു 10-10:30 ആയപ്പോ രാത്രി നമ്മൾ കുട്ടികളുടെ ഇടയിൽ ഒരു റൗണ്ട്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മേഡം കടക്കാൻ പോയതാ. അപ്പൊ അസിസ്റ്റന്റ്, അല്ല ഈ മരണപ്പെട്ട സംഗീതയില്ലേ, അവരെത്ര വർഷം ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? അപ്പൊ പ്രിൻസിപ്പള്, സാറ് ഏകദേശം ഒരു 7-5 വർഷമായിട്ടുണ്ടാവും. അതെന്താ തനിക്ക് ഉറപ്പില്ലേ? അത് സാറേ, ഞാൻ ജോലി ചെയ്യാൻ വരുന്നതിന് മുമ്പ് തന്നെ അവരിവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ സ്കൂളിന്റെ ട്രസ്റ്റി ഇല്ലേ മനോജ് കേശരി സാറ്, അദ്ദേഹമാണ് അവർ അപ്പോയിന്റ് ചെയ്തത്. അതുകൊണ്ടാണ് കറക്റ്റ് വർഷം അറിയാത്തത്. അപ്പൊ അസിസ്റ്റന്റ്, അല്ല നിങ്ങളുടെ ട്രസ്റ്റി മനോജ് അയാളെവിടെ? അത് സാറേ, അദ്ദേഹം ലക്നൌവിലേക്ക് പോയതാ. വാർഡന്റെ മരണം നടന്നപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങനെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ്. അപ്പൊ അസിസ്റ്റന്റ്, അല്ല കല്യാണം കഴിഞ്ഞോ? അല്ല സാറേ, കേസരി സാറിന്റെ കല്യാണം കഴിഞ്ഞതാ. വാർഡന്റെ മരണവും അങ്ങയുടെ കല്യാണം തമ്മിൽ എന്താ ബന്ധം? അല്ല അങ്ങേരുടെ കല്യാണം കഴിഞ്ഞോന്നല്ല, വാർഡൻ സംഗീത അവരുടെ കല്യാണം കഴിഞ്ഞോ? ഇല്ല സാറേ, അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അല്ല ഇനി മക്കളുണ്ടോ? അല്ല സാറേ, കല്യാണം കഴിയാത്ത മക്കളുണ്ടോന്നോ? മക്കളുണ്ടാവണമെന്നുണ്ടെങ്കിൽ കല്യാണം കഴിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പ്രിൻസിപ്പളിന്റെ അസിസ്റ്റന്റ് ഗുരുജി വരുന്നത്. അങ്ങേരാണെങ്കിൽ വാർഡന്റെ മരണം സംഭവിച്ചില്ലേ, ആ സമയത്ത് അവർ വാതിൽ തുറന്നതും വാർഡനെ വിളിച്ചിട്ട് അവർ എഴുന്നേൽക്കായിരുന്നത് ആ ഒരു സിറ്റുവേഷനൊക്കെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അയാളുടെ സൗണ്ട് കേട്ടപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട്, അല്ല ഗുരുജി, നീ തന്നെയല്ലേ വാർഡന്റെ മരണം നടന്ന കാര്യം പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ചേ? അതെ സാർ,
സാറേ ഞാൻ തന്നെയോ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോ വരുന്നത്. അങ്ങനെ മരണപ്പെട്ട സംഗീതയുടെ ബോഡിയും ആ ഒരു ഏരിയയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇതുവരെ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റിയോ? അപ്പോ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയ എല്ലാ കാര്യം ഹീറോയോട് പറയാണ്. അപ്പൊ ഹീറോ ഒരു കാര്യം ചെയ്യും, ഈ ഒരു റൂമിന്റെയും അതുപോലെ സംഗീതയുടെയും ഫോട്ടോസ് വ്യക്തമായിട്ട് ക്യാപ്ചർ ചെയ്തെടുക്കുക. അങ്ങനെ അവരുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാനും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയെ കാണാനേ ഹയർ ഓഫീസർ വന്ന് പറയുന്നത്, ആ ഒരു വാർഡന്റെ ബോഡിയില്ലേ അതങ്ങ് വിട്ടുകൊടുത്തേക്ക്, മുകളിൽ നിന്ന് നല്ല പ്രഷർ ഉണ്ട്. അപ്പൊ ഹീറോ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചേക്കുക. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രിയും കൂടി നാളെ തന്നെ ബോഡി വിട്ടുകൊടുത്തേക്കണം. ആയിക്കോട്ടെ സാറ് പറയുന്നുള്ള ചെയ്തേക്കാം. അങ്ങനെ ഹയർ ഓഫീസർ അവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോ അല്ലേ തന്റെ അസിസ്റ്റൻസിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് വാർഡന്റെ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഒരു നോർമൽ ആയിട്ടുള്ള മരണോ അല്ലെങ്കിൽ മർഡർ പോലെ എന്തെങ്കിലും സംശയം? എന്നാൽ അവർ ഓരോരുത്തരും പറയുന്നത് അവർക്കായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല, എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, അപ്പൊ ബാക്കി കാര്യം അറിയാലോ. അങ്ങനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ആ ഒരു ബോഡി വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ബോഡി വിട്ടുകൊടുത്തില്ലേ അതിന്റെ ക്ലിയറൻസ് സൈന് വാങ്ങാനായിട്ട് നമ്മുടെ ഹീറോയുടെ ASA അസിസ്റ്റന്റ് കാത്തു വെക്കുമ്പോൾ ആ ഒരു സ്കൂളിന്റെ ഓണർ, അതായത് ട്രസ്റ്റ് ആയിട്ടുള്ള മനോജ് കേസരിയില്ലേ ആ ഒരു മരണച്ചടങ്ങിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പ്രിൻസിപ്പലിന്റെ അസിസ്റ്റന്റ് ഇല്ലേ ഗുരുജി, അയാൾ വന്നിട്ട് പറയുന്നത്, സാറേ ഈ മനോജ് സാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ഇങ്ങനെയുടെ പേരിലാണ് ഈ ഒരു സ്കൂളുള്ളത്. അതുമാത്രമല്ല ഇതിന്റെ ചുറ്റുമുള്ള എല്ലാ സ്വത്തും അങ്ങേരുടേതാണ്. ഇയാൾ കാണുന്ന പോലെയല്ല, നല്ല പണക്കാരനാ. പിന്നെ ഇവിടെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അത് അങ്ങേരെ അറിഞ്ഞേ നടക്കൂ. ഈ ഒരു സ്കൂളുള്ള സ്ഥലം മൊത്തം അങ്ങേരതാണെങ്കിലും കുറച്ച് അപ്പുറത്ത് മാറിയിട്ട് കുറച്ച് സ്ഥലമുണ്ട്, ആ സ്ഥലം മാത്രം മനോജ് സാറിന്റെ അല്ല, അത് റോഷൻ എന്ന് പറയുന്ന വേറൊരു ബിസിനസ്സുകാരൻ്റെതാ. അയാളാണെങ്കിൽ കുറെ നാളായിട്ട് ഈ ഒരു സ്കൂളും സ്ഥലമൊക്കെ നോട്ടിട്ടിട്ടുണ്ട്. എന്നാൽ മനോജ് സാറ് അങ്ങനെ വിട്ടുകൊടുക്കൂല. എന്നാൽ നമ്മുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ ഇവൻ ആള് കൊള്ളാല, ഓട്ടവായാണല്ല, ഒന്നും ചോദിക്കാതെ എല്ലാം ഇങ്ങോട്ട് പറയുന്നു. അപ്പോഴാണ് ഗുരുജി ഒരു രഹസ്യം പറയുന്നത്, സാറേ ഈ മനോജ് സാറിനെ കുറിച്ച് ഒരു രഹസ്യം പറയട്ടെ, സാറ് ആരോടും പറയരുത് കേട്ടോ. ഈ മനോജ് സാറിനും ഈ സ്കൂളിലെ വാർഡനില്ലേ സംഗീത, അവരുടെ ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ട്. എന്താന്ന് മനസ്സിലായില്ലേ? പലപ്പോഴും രാത്രി സമയത്ത് അയാൾ ഈ വാർഡനെ കാണാൻ വരാറുണ്ടെന്ന്. അപ്പൊ അസിസ്റ്റന്റ്, അല്ല വാർഡന്റെ ആരും വന്നിട്ടില്ലേ? അങ്ങനെ വാർഡന് പറയാനും മാത്രം ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയെ കാണാനേ ഹീറോയുടെ അച്ഛനും അമ്മയും വരുന്നത്. അച്ഛനാണെങ്കിൽ ഹീറോ അവർക്ക് അയച്ചു കൊടുത്ത പൈസ ഹീറോയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിന്റെ പൈസ എന്തിനാണ് ഞങ്ങൾക്ക് ജീവിക്കാന്, ഞങ്ങളുടെ പെൻഷൻ തന്നെ ധാരാളം. നിനക്ക് അച്ഛനും അമ്മയും ഒന്ന് കാണണമെന്ന് തോന്നിയിട്ടില്ല? ഒരു വർഷമായില്ലേ നീ വീട്ടിലേക്ക് വന്നിട്ട്? നിന്റെ കൂട്ടുകാരനെ ലേക്കുപാല് ഇവനുള്ളതുകൊണ്ടാ നിന്നെ കാണാനെങ്കിലും ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റി. നീ ഞങ്ങളെ കാണാൻ വരുമോ ഇല്ലയോ? അപ്പൊ ഹീറോ, ഒരു ഇമ്പോർട്ടന്റ് കേസ് ഉണ്ട്, ഇത് തീർത്തിട്ട് ഞാൻ വരാം, എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി, കഴിക്കാനുള്ളതൊക്കെ വീട്ടിലുണ്ട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ വാ. അപ്പൊ ഹീറോയുടെ ഫ്രണ്ട് ഇക്ബാല് പറയുന്നുണ്ട്, എപ്പോഴും ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നാലേ നിനക്കായിട്ടൊരു നല്ല ജീവിതം ഉണ്ടാവില്ല, നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട അച്ഛനും അമ്മയ്ക്കും അവസാന കാലത്തെങ്കിലും നിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രസൻസ് എങ്കിലും കിട്ടണ്ടേ. അങ്ങനെ ഹീറോ അസിസ്റ്റന്റും കൂടി നമ്മുടെ മനോജ് കേസരിയില്ലേ അങ്ങനെ സ്കൂളിലേക്ക് മീറ്റ് ചെയ്യാൻ പോവാണ്. കാരണം നമ്മുടെ വാർഡന്റെ ബോഡി വിട്ടുകൊടുത്തില്ലേ, അപ്പൊ അതിന്റെ സൈൻ വാങ്ങാനാണ്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല മനോജ് സാറേ നിങ്ങളും വാർഡനും തമ്മിൽ എങ്ങനത്തെ റിലേഷൻ ആയിരുന്നു? എന്ത് ചോദ്യം സാറേ? അവര് എന്റെ സ്കൂളിൽ ജോലി ചെയ്ത ടീച്ചർ, ഞാൻ അവരുടെ ബോസ്. ആയിക്കോട്ടെ, അല്ല എത്ര വർഷമായിട്ട് അവരുടെ ജോലി ചെയ്യുന്നുണ്ട്? ഏകദേശം ഒരു 8 വർഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല മനോജ് സാറേ ആ ഒരു വാർഡന്റെ ഫോൺ മിസ്സിംഗ് ആണല്ലോ, എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയോ? നിങ്ങൾ എന്താ ചോദിക്കുന്നേ? അവര് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ യൂസ് ചെയ്യുന്നില്ലയോ, അത് കാണാതെ പോയോ ഒന്നും എനിക്കറിയില്ല, അതാരാണ്ട് ആവശ്യം എനിക്കില്ലല്ലോ. നിങ്ങൾ പോലീസുകാരല്ലേ, നിങ്ങളല്ലേ കണ്ടുപിടിക്കണ്ടേ, അല്ലാതെ എന്നോട് ചൊറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഹീറോയ്ക്കാണെങ്കിൽ ഇയാളിതെന്തോ ഇങ്ങനെ കടിച്ചിരുന്ന് എന്തോ പേടിയുള്ള പോലെ, വാർഡന്റെ മരണമായിട്ട് ഇയാൾക്ക് എന്തോ ബന്ധമെന്ന് തോന്നിട്ടല്ലോ. അങ്ങനെ തിരിച്ചു പോകുമ്പോഴാണ് ആ ഒരു സ്കൂളിലെ ബ്ലൈൻഡ് കുട്ടികളില്ലേ അവരുടെ കൂടെ മനോജ് കേസരി വളരെ ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹീറോ കാണുന്നത്. ഹീറോയ്ക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അസിസ്റ്റന്റ് പറയുന്നത്, സാറേ നമ്മുടെ വാർഡനുമായിട്ട് ഈ ഒരു മനോജില്ലേ ഇങ്ങനൊരു റിലേഷൻ ഉള്ള പോലെ ഒരു വൈസ് പ്രിൻസിപ്പൾ ഗുരുജി അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹീറോ ഒരു കാര്യം ചെയ്യ്, അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് കണ്ടെത്താൻ നോക്ക്. അടുത്ത സീനില് നമ്മുടെ സംഗീതയില്ലേ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ അസിസ്റ്റന്റ് ഹീറോയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നാൽ ഇത് ചെക്ക് ചെയ്തപ്പോഴാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് വാർഡൻ സംഗീതയുടെ മരണം ഒരു സാധാരണ മരണമല്ല. അപ്പോ നമ്മുടെ ഹീറോ അസിസ്റ്റന്റിനോട് ചോദിക്കുന്നുണ്ട്, അല്ല സംഗീതയുടെ റൂമിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ ഐറ്റംസാ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ? അതില് സംഗീതയുടെ ഡയറിയും പിന്നെ ചില ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സംഗീതയുടെ ഫോൺ ഇനിയും കിട്ടിയിട്ടില്ല. എന്നാൽ ആ ഐറ്റംസിൽ എന്തോ സ്വർണ്ണം വാങ്ങിയ പോലത്തെ ഒരു ചീട്ടുണ്ട്, അത് നമ്മുടെ ഹീറോ എടുത്തു വെക്കുകയാണ്. എന്നിട്ട് കൊളീഗ്സിനോട് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യ്, ആ ഒരു സ്കൂളിന്റെ അരികിലുള്ള നെയ്ബേഴ്സിനോടൊക്കെ പോയിട്ട് ആ മരണത്തെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ നോക്ക്. അതും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ASA അസിസ്റ്റന്റും ഇല്ലേ രണ്ടുപേരും കൂടി മനോജിന്റെ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ അവിടെ നോക്കുമ്പോൾ മനോജിന്റെ ഭാര്യ ഉള്ളത്. മനോജ് അങ്ങനെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഓഫീസിലേക്ക് പോയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വാർഡൻ സംഗീതയുടെ മരണത്തെക്കുറിച്ചും മനോജ് നടത്തുന്ന ബ്ലൈൻഡ് സ്കൂളിനെ കുറിച്ചൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അല്ല നിങ്ങൾ വീട്ടില് നിങ്ങൾ ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ? അല്ല സാറേ എനിക്കൊരു മോനുണ്ട് തന്മയ്, അവൻ ലക്നൗ വരെ പോയതാ, ഇനിയിപ്പോ നാളെ തിരിച്ചു വരൂ. ആഹാ
അതെയോ, അല്ല നിങ്ങളുടെ ഹസ്ബൻഡ് മനോജിന്റെ ഓഫീസ് എവിടെയാ? അങ്ങനെ ആ ഒരു ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് അവിടുന്ന് തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോഴാണ് ഏതോ ഒരു പയ്യൻ വീട്ടിലേക്ക് കയറി വരുന്നത്. അല്ല മേഡം, ഇവൻ ആരാന്ന് ചോദിക്കുമ്പോ ഇവൻ തന്നെ സാറേ എന്റെ മോൻ തന്മയ്. അല്ല നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞേ നിങ്ങളുടെ മോൻ തന്മയ് ലക്നോ പോയതാ, നാളെ വരുള്ളൂന്ന്. ഇതിപ്പോ പെട്ടെന്ന് എവിടെ നിന്ന് വന്നേ? അല്ല ഇവരുടെ പെരുമാറ്റത്തില് എന്തൊക്കെയോ പന്തികേടുണ്ടല്ലോ. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയുടെ അസിസ്റ്റൻസ് ആ ഒരു പ്ലെയിൻ സ്കൂളിന്റെ ഏരിയയിലേക്ക് പോയിട്ടില്ലേ, ആദ്യം സ്കൂളിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവിടുത്തെ സെക്യൂരിറ്റി അയാളോട് ചോദിക്കുന്നത്, അല്ല താനിവിടെ എത്ര വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു 8 വർഷമായി സാറേ. അല്ല സെക്യൂരിറ്റി, നിങ്ങളുടെ മനോജ് സാറില്ലേ അങ്ങനെ സ്കൂളിലേക്ക് എപ്പോഴൊക്കെയാ വരാറ്? അത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല സാറേ, ചിലപ്പോ ആഴ്ചക്കൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ എപ്പോഴാണോ സാറിന് സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ വരാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എപ്പോഴും വരാറ് വാർഡൻ സംഗീതയില്ലേ അവരെ കാണാൻ മാത്രം. അത് കഴിഞ്ഞിട്ട് അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. അപ്പൊ ഓഫീസർ, അല്ല എന്ത് ജോലിയാ? എന്നാൽ അത് പറയാൻ നമ്മുടെ സെക്യൂരിറ്റി വല്ലാതെ മടിക്കുന്നുണ്ട്. അപ്പൊ ഓഫീസർ, അല്ല മനോജും വാർഡനും തമ്മിൽ എന്തെങ്കിലും രഹസ്യ ബന്ധമുണ്ടോ? അപ്പോ സെക്യൂരിറ്റി സമ്മതിക്കാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോയും അസിസ്റ്റന്റും നേരെ പോകുന്നത് മനോജിന്റെ ഓഫീസിലേക്കാണ്. എന്നിട്ട് അങ്ങരോട് പറയുന്നുണ്ട്, സംഗീതയിലെ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് സസ്പീഷ്യസ് ആയിട്ടുള്ള അൺനാച്ചുറൽ ഡെത്ത് ആണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ മനോജ്, അതിനിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് അറിയില്ലേ അവർ മരണപ്പെടുന്ന സമയത്ത് ഞാൻ ലക്നോയിലായിരുന്നു, പിന്നെ ഞാൻ എത്ര ലേറ്റ് ആയിട്ട് തിരിച്ചു വന്നേ. അപ്പൊ നമ്മുടെ ഹീറോ ഇല്ലേ കുറച്ചു നേരത്തെ എടുത്തു വെച്ച ആ ഒരു സ്വർണ്ണം വാങ്ങിയ പോലത്തെ ചീട്ട് അത് അങ്ങേര് കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതോ? അതിലിപ്പോ ഇത്ര പറയാനെന്താ? ഒരു ബോസ് ഒരു ജോലിക്കാരിക്ക് വാങ്ങിക്കൊടുത്തത്, എന്താ അങ്ങനെ വാങ്ങിക്കൊടുക്കാനും പാടില്ലേ? അപ്പൊ ഹീറോ, അല്ല ആ സ്കൂളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെ വാങ്ങിക്കൊടുക്കാറുണ്ടോ? അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യമാണ്, അതിലൊക്കെ നിങ്ങൾ എന്തിനാ തലയിടുന്നേ? അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അതായത് കുറച്ചു നേരത്തെ ഒരു ഓഫീസർ വാച്ച്മാനോട് ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നില്ലേ, അപ്പോ വാച്ച്മാൻ പറഞ്ഞ കാര്യങ്ങളാണ് അതിൽ അയച്ചിട്ടുള്ളത്. ഹീറോ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു വാച്ച്മാനില്ലേ അങ്ങനെ സാക്ഷിമൊഴി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പലപ്പോഴും സംഗീതയെ കാണാനായിട്ട് ആ ഒരു സ്കൂളിലേക്ക് പോയിട്ടുണ്ടെന്നും പിന്നെ രാവിലെ 5 മണി കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു പോയിട്ടുള്ളത്. അപ്പോ ദേഷ്യത്തില് മനോജ് ചോദിക്കുന്നുണ്ട്, ഏതോ ഒരുത്തൻ എന്തോ ഒന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നീ അതും പോക്കി പിടിച്ചിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വന്നതാ? എന്റെ പേഴ്സണൽ ലൈഫിലെ പേഴ്സണൽ ടൈമിനെ കുറിച്ചിട്ട് ഞാനെന്താ എല്ലാവരോടും കൊട്ടിഘോഷിക്കണോ? അപ്പോഴാണ് മനോജിന് ഒരു കോള് വരുന്നത്. അപ്പോ അങ്ങനെ ഹീറോയോട് പറയുന്നുണ്ട്, എനിക്ക് അർജന്റായിട്ട് പോയാൽ മതിയാവോ, പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സോളിഡ് എവിഡൻസ് ആയിട്ട് വാ, അല്ലാതെ അവര് പറഞ്ഞു കേട്ടു ഇവര് പറഞ്ഞു കേട്ടു ഇതിനൊന്നും എനിക്ക് സമയമില്ല. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ പ്രിൻസിപ്പളിനോട് കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ സ്കൂളിലെ ആ ഒരു CCTV വിഷ്വൽസ് ഒന്ന് കാണണല്ലോ, പ്രത്യേകിച്ച് സംഗീതയുടെ റൂമിന്റെ ഭാഗത്തുള്ളത്. എന്നാൽ അങ്ങനെയാണെങ്കിൽ സാറേ അതിന് CCTV കംപ്ലൈന്റ് ആയിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞു, അതുകൊണ്ട് വിഷ്വൽസ് ഒന്നും റെക്കോർഡ് ആയിട്ടുണ്ടാവില്ല. അല്ല പ്രിൻസിപ്പളെ, നിങ്ങൾ സത്യം തന്നെ പറയുന്നത്? എന്നാലൊരു കാര്യം ചെയ്യ്, അവസാനമായിട്ട് ക്യാമറ എപ്പോഴാണ് വർക്കായത് ആ ഒരു സമയത്തുള്ള വിഷ്വലില്ലേ ആ ഒരു വിഷ്വൽ എനിക്ക് വേണം. അപ്പൊ പ്രിൻസിപ്പള് അത് ഞാൻ എങ്ങനെയെങ്കിലും റെഡിയാക്കി തരാം. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലേഡി കോൺസ്റ്റബിൾ ഇല്ലേ അവര് നമ്മുടെ വാർഡന്റെ അസിസ്റ്റന്റ് മഹിമ ടീച്ചറെ ചോദ്യം ചെയ്യാണ്, അല്ല നിങ്ങളുടെ വാർഡൻ എങ്ങനെയാള്, അവരെ ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ടുണ്ടാവാനുള്ള ചാൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ മഹിമ പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, എന്നാല് വാർഡൻ കുറച്ച് കർക്കശക്കാരിയാ, എല്ലാവരോടും കുറച്ച് റാഷായിട്ടൊക്കെയാ ബിഹേവ് ചെയ്യാറ്. അപ്പോൾ ലേഡി കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വല്ല ലവോ റിലേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാരേജ് എന്തെങ്കിലും നോക്കുന്നുണ്ടോ? അയ്യോ ലവിനെ കുറിച്ചൊന്നും പറയല്ലേ, ആ ഒരു വാർഡനില്ലേ ലവ് എന്നൊക്കെ പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ല. അത് ഞാൻ പറയാനേ ഒരു കാരണമുണ്ട് മാഡം, അതായത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഋത്തിക്ക് പാലെന്ന 2 കുട്ടികൾ തമ്മിൽ ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. എന്നാൽ അതറിഞ്ഞിട്ട് സംഗീത മാമില്ലേ അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ആ ഒരു കണ്ണ് കാണാൻ പറ്റാത്ത പാവം പെൺകുട്ടി പായലിനെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അതിനുശേഷം ഹൃത്തിക്കാണെങ്കിൽ തന്റെ കൂട്ടുകാരി പായലിന്റെ പ്രസൻസ് ഇല്ലാതെ ഭയങ്കര നിരാശയിലാണ്. അങ്ങനെ ലേഡി കോൺസ്റ്റബിളിന് മനസ്സിലായ കാര്യങ്ങളൊക്കെ അവര് സ്റ്റേഷനിൽ വന്നിട്ട് ഹീറോയോട് പറയുമ്പോൾ, സാധാരണ സ്കൂളിലും ഹോസ്റ്റലിലൊക്കെ ഇങ്ങനെ ചില വാർഡന്മാരുണ്ടാവും, അവര് പ്രണയത്തെ സ്റ്റോപ്പ് ചെയ്തെന്നായിരിക്കില്ല, ചിലപ്പോ ഒന്ന് കൺട്രോൾ ചെയ്തായിരിക്കും. അപ്പോഴാണ് നമ്മുടെ ASI അസിസ്റ്റന്റിലെ അങ്ങേര് പറയുന്നേ, സാറേ ഞാൻ ഒരു കാര്യം മറന്നുപോയി, വാർഡന്റെ മരണം നടന്ന അന്ന് തന്നെ ഞാൻ സ്കൂളിലേക്ക് പോയപ്പോ അവിടുത്തെ പ്രിൻസിപ്പലിന്റെ അസിസ്റ്റന്റ് ഗുരുജി എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ സാറിന്റെ ലാപ്ടോപ്പിൽ അയച്ചിട്ടുണ്ട്. അപ്പോ രാവിലെ ആയിട്ടും സംഗീതം എഴുന്നേക്കാതായപ്പോ അവരുടെ റൂമിന്റെ വാതിലും തകർത്തിട്ട് ആ സ്കൂളിലെ എല്ലാവരും കൂടി അവരെ എഴുന്നേൽപ്പൊക്കെ നോക്കുന്ന ആ ഒരു വിഷ്വലാണ് ആ വീഡിയോയിലുള്ളത്. എന്നാൽ ഹീറോ ആണെങ്കിൽ ആ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്, ഒന്ന് പോസ് ചെയ്യുന്നുണ്ട്, പിന്നെയും റിവൈൻ ചെയ്യുന്നുണ്ട്, പിന്നെയും പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ പ്ലേ ചെയ്യേണ്ട കാര്യം എന്താ? അത് നിങ്ങൾ ഈ വീഡിയോയിൽ എന്താണ് ഉള്ളത് ആ കാര്യം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, എന്നാൽ ഈ വീഡിയോയിൽ എന്താണ് ഇല്ലാത്തത് അതിലേക്ക് ശ്രദ്ധ പോകണം. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആ വാർഡന്റെ കട്ടിലിന്റെ അരികിൽ തന്നെ അവരുടെ ഫോൺ ഉണ്ടായിരുന്നു. എന്നാൽ അവിടത്തേക്ക് പല ആളുകൾ വന്നില്ലേ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ ഫോൺ കാണാനില്ല. എന്നാൽ വൈസ് പ്രിൻസിപ്പള് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഫോൺ വല്ലാതെ ഷെയ്ക്കായിട്ടുണ്ട്, അതായത് സംഗീതം മരണപ്പെട്ടു പോയെന്നുള്ള ഭയത്തിലല്ല അവരുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന്റെ ഇടയിൽ നമ്മുടെ പ്രിൻസിപ്പളില്ലേ ആ സ്കൂളിന്റെ ഓണർ മനോജിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ഇൻഫോം ചെയ്യുന്ന വോയിസ് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവിടെ ഉണ്ടായിരുന്നതിൽ ആരോ ഒരാളാണ് ആ ഫോൺ അവിടെ നിന്ന് മാറ്റിയത്. പ്രിൻസിപ്പൾ സംസാരിച്ച ശേഷമാണ് ഫോൺ കാണാതാവുന്നതും. അപ്പൊ ഹീറോയുടെ ഡൗട്ട് എന്തെന്ന് വെച്ചാൽ ആ പ്രിൻസിപ്പൾ തന്നെയായിരിക്കും ആ ഫോൺ അവിടെ നിന്ന് മാറ്റി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുക. അത് ചിലപ്പോൾ നമ്മുടെ മനോജ് പറഞ്ഞിട്ടുണ്ട്,
റൂംമേറ്റും ആയിരിക്കാം. അത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ വാർഡൻ മരണപ്പെട്ട ആ ഒരു വീട്ടിലേക്ക് പോയിട്ട് ചെക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ ASA അസിസ്റ്റന്റിനെയും കൂട്ടിയിട്ട് ഹീറോ ആ വീട്ടിലേക്ക് പോവാണ്. അസിസ്റ്റന്റിനെ ഹോസ്റ്റലിന്റെ ഭാഗത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് സംഗീതയുടെ ആ ഒരു റൂമിന്റെ ജനലിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ താഴെയായിട്ട് ഒരു സിറിഞ്ച് കിടക്കുന്നുണ്ട്. എന്നാൽ സിറിഞ്ച് വല്ല മരുന്ന് ഉപയോഗിക്കാൻ എടുത്തായിരിക്കുമല്ലോ. അങ്ങനെ അതും കളഞ്ഞിട്ട് നേരെ ആ റൂമിലേക്ക് പോയിട്ട് റൂമും ചെക്ക് ചെയ്ത് ആ ജനലിലൂടെ നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ASA വന്ന് പറയുന്നുണ്ട്, പ്രിൻസിപ്പള് അങ്ങനെ പുറത്തും ആവശ്യത്തിന് പോയതെന്ന് പറയുന്നത്. അപ്പൊ ഹീറോ, അല്ല ഈ റൂമിൽ ഒരാളുടെ മരണം നടന്നതല്ലേ, എന്നിട്ട് എന്താണ് ഇത് സീൽ ചെയ്യാത്തെ? അല്ല സാറല്ലേ പറഞ്ഞേ അവരുടെ ഡെഡ് ബോഡി വേഗം ഹാൻഡ് ഓവർ ചെയ്യാനും കേസ് വേഗം ക്ലോസ് ചെയ്യാന്നൊക്കെ, അതുകൊണ്ടാ സീൽ ചെയ്യാത്തെ. ഒന്നും നോക്കണ്ട, വേഗം സീൽ ചെയ്യ്, അല്ലെങ്കിൽ ഉള്ള എവിഡൻസും കൂടി എനിക്ക് കറക്റ്റായി പോകും. അങ്ങനെ നമ്മുടെ ഹീറോ നമ്മുടെ ടീച്ചർ മഹിമയെ വിളിപ്പിച്ച് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ വാർഡന്റെ അസിസ്റ്റന്റും കൂടി അല്ലേ? വാർഡൻ നിങ്ങളോട് എങ്ങനെയായിരുന്നു? ഓരോ സമയത്ത് ഓരോ സ്വഭാവം സാറേ. അല്ല മഹിമ, നീ ഒരു 2 കുട്ടികൾ, ഒരു പായല് അതുപോലെ ഒരു ഹൃത്തിക്ക്, അവരുടെ എന്തോ ലവ് സ്റ്റോറി കുറിച്ച് പറഞ്ഞില്ലേ? അപ്പോ വാർഡന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അത് സാറേ, വാർഡന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്ന് ചിരിക്കുന്നതിന് ഇഷ്ടമല്ല. അപ്പൊ ഹീറോ, അല്ല അവര് ലവേഴ്സ് എന്ന് ഉറപ്പുണ്ടോ? ഇനി നല്ല ഫ്രണ്ട്സ് ആയിക്കൂടെ? അത് ഉറപ്പില്ല സാറേ, വാർഡന് പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്ന് ചിരിക്കുന്ന കണ്ടാൽ തന്നെ കലി വരും. അങ്ങനെയാണ് ആ പെൺകുട്ടി പായലിനെ സ്കൂളിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുന്നത്. അപ്പോഴാണ് ആ ഒരു സ്കൂളിൽ നിന്ന് മ്യൂസിക് കേൾക്കുന്നത്. ആ ഒരു സൗണ്ട് വിടുന്ന നോക്കുമ്പോൾ അത് മ്യൂസിക് ടീച്ചർ ദിയ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പോൾ അവരോട് വാർഡനെ കുറിച്ച് ചോദിക്കുമ്പോൾ വാർഡൻ സംഗീത അവർ കുറച്ച് റൂഡായിട്ടുള്ള ഒരാളാണ്. ഈ സ്കൂളിലെ കുട്ടികളോട് അവരൊരിക്കലും സ്നേഹത്തോടെ പെരുമാറുന്നത് കണ്ടിട്ടില്ല. നമ്മുടെ സ്കൂളിൽ നല്ല ബെസ്റ്റ് 2 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഒന്ന് പായല് അതുപോലെ ഹൃത്തിക്ക്. അവർ രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ഹൃത്തിക്കിന് പാട്ടിനോടും പഠിത്തത്തോടൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പായലാണെങ്കിൽ ക്ലാസ്സിലെ ഏറ്റവും ബ്രൈറ്റ് സ്റ്റുഡന്റ് ആണ്. എപ്പോഴും അവളാണ് ഫസ്റ്റ് വരാറ്. അതുപോലെ പായലും ഹൃതിക്കും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അവർ ഒന്നിച്ച് നടക്കുന്ന കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് നല്ലോണം പഠിക്കുന്ന പെൺകുട്ടിയായിട്ടും പായലിനെ വാർഡൻ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. അവളുടെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്തെന്ന് പറയാം. ഹൃത്തിക്കാണെങ്കിൽ നല്ല രീതിയിൽ മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ലേ, അതുപോലെ പഠിത്തത്തിലും. എന്നാൽ പായൽ പോയ ശേഷം അവൻ ആകെ മാറി. ഇപ്പോൾ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പണ്ടാണെങ്കിൽ അവൻ കുറേ അധികം മോട്ടിവേഷൻ സ്പീച്ചൊക്കെ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ അവനെ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. സാറിന് എൻ്റെ സ്പീച്ചുകൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചുതരാം. അങ്ങനെ ഹീറോയ്ക്ക് ആ ഒരു സ്പീച്ചുകൾ അയച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് ഒരു കോള് വരുന്നത്. അർജന്റ് ആയിട്ടുള്ള എന്തോ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, വേഗത്തിന് ചെല്ലാന്. അങ്ങനെ അവർ നേരെ പോകുന്നത് ഒരു ബാറിലേക്കാണ്. ബാറിൽ എത്തിയുടൻ തന്നെ ഏതോ ഒരുത്തന്റെ കാരണം അടിച്ച് പോയിക്കുന്നുണ്ട്. എന്നാൽ അവൻ എന്തിനാ അടി വാങ്ങുന്നതെന്ന് പോലും അറിയുന്നില്ല. അയാളെ പിടിച്ചു വലിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. ഇയാളുടെ പേരാണ് റാസ്. അപ്പോ റാസ് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ എന്നെ എന്തിനാ പിടിച്ചിട്ട് വന്നേ, ഞാൻ എന്താ ചെയ്തേ? അപ്പൊ ഹീറോ നമ്മുടെ വാർഡന്റെ ഡയറി എടുത്തിട്ട്, ഇത് നമ്മുടെ സംഗീതയുടെ ഡയറിയാ. ഈ ഡയറിയിലെ പല കാര്യങ്ങളും അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് നീ പലപ്പോഴും അവരെ ഫോളോ ചെയ്തിട്ടുണ്ട്, അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തപ്പോ നീ പലപ്പോഴും അവരുടെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോ ഇനി സത്യം പറ, നീ എന്തിനാ അവരെ ഫോളോ ചെയ്തേ, അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചേ? സാറ് എന്താ പറയുന്നേ? എനിക്കൊന്നും അറിയില്ല, ഞാൻ ആരെയും ഫോളോ ചെയ്തിട്ടില്ല. അപ്പൊ ഹീറോ, നീ എന്താ കണക്കില് മോശ? ഇപ്പൊ കിട്ടിയതിലും കണക്ക് കൂട്ടി ഞാനങ്ങ് തരും. അത് കേട്ടപ്പോൾ ആള് പറയുന്നുണ്ട്, വേണ്ട സാറേ, ഞാൻ പറഞ്ഞേക്കാം. അതായത് ഒരു 4-5 മാസം മുമ്പ് ഒരു 20 ലക്ഷം രൂപ സംഗീത അവൾ എൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹീറോ, 20 ലക്ഷം രൂപയോ? എന്തിനാ അത്രക്കും പൈസ നീ അവർക്ക് കൊടുത്തേ? സാറേ, അതതിന് എന്റെ പൈസയല്ല, റോഷൻ സാറ് സംഗീതയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ തന്നതാ. അതായത് ആ ഒരു ബ്ലൈൻഡ് സ്കൂളും ഏരിയ ഉള്ളത് മനോജ് കേസരിയുടെ പേരിലല്ലേ? അയാൾ വർഷങ്ങളായിട്ട് ആ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുക. എന്നാൽ ആ ഒരു ബ്ലൈൻഡ് സ്കൂളിന്റെ ഏരിയയിൽ തന്നെയായിട്ട് റോഷന് കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് റോഷൻ കുറെ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ മനോജ് ആണെങ്കിൽ ആ സ്ഥലം വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് സംഗീതയെക്കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ സ്ഥലം റോഷന്റെ പേരിലേക്ക് മാറ്റി എഴുതിപ്പിച്ചു തരാന്ന് പറഞ്ഞു. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് 20 ലക്ഷം രൂപ റോഷന്റെ കയ്യിൽ നിന്ന് ഞാനാണ് അവൾക്ക് വാങ്ങിക്കൊടുത്തത്. സ്ഥലം പേരിലായി കഴിഞ്ഞാൽ ഒരു 20 കൂടി മൊത്തം 40 ലക്ഷത്തിനാണ് ഡീൽ ഉറപ്പിച്ചത്. എന്നാൽ പൈസ വാങ്ങിയിട്ട് 5 മാസം കഴിഞ്ഞു, ഇതുവരെയായിട്ടും ഒരു നീക്കുപോകും ആയിട്ടില്ല. അപ്പോൾ ദേഷ്യം തോന്നിയപ്പോൾ പലപ്പോഴും ഫോണിൽ വിളിച്ചിട്ട് ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കാര്യം നടക്കണ്ടേ, അതല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല സാറേ. അവരെ കൊന്നിട്ട് എനിക്കെന്ത് കിട്ടാനാ? അവര് ജീവനോട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആഗ്രഹിച്ച കാര്യം നടക്കാനെങ്കിലും ചാൻസ് ഉള്ളൂ. അവൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. റാസിനെ ഇനി സംശയിക്കേണ്ട ആവശ്യമില്ല. എന്നാലും അങ്ങനെ കണ്ടിട്ട് വിശ്വസിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ഹീറോ തന്റെ അസിസ്റ്റന്റിനോട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്, അവന്റെ കോൾ ഡീറ്റെയിൽസ് ശരിക്കൊന്ന് അരിച്ചു പെറുക്ക്. അവൻ ആരെയൊക്കെ വിളിച്ചത്, ആരോടൊക്കെ എന്തൊക്കെയാ സംസാരിച്ചത് എല്ലാം ഒന്ന് നോട്ട് ചെയ്യ്. അങ്ങനെ അടുത്ത സീനില് റാസ് പറഞ്ഞ പോലെ വാർഡന 20 ലക്ഷം വാങ്ങിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അവരുടെ റൂമിൽ എവിടെയെങ്കിലും പൈസ ഉണ്ടാവല്ലോ. ആ ഒരു പൈസ അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഹീറോ പോയി നോക്കുമ്പോൾ പ്രത്യേകിച്ച് അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് ഷെൽഫ് വലിക്കുമ്പോൾ അതിനുള്ളില് കാണാതായ നമ്മുടെ വാർഡന്റെ ഫോൺ കാണുന്നത്. അല്ല, കഴിഞ്ഞ 2-3 പ്രാവശ്യം വന്ന് നോക്കിയപ്പോഴും ഇവിടെ ഈ ഫോണില്ല. അപ്പോൾ ഈ ഫോൺ എങ്ങനെ ഇവിടെ വന്നേ? ആരോ കൊണ്ടുവന്ന് വെച്ചതല്ലേ. എന്തായാലും ഫോണിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. എന്നാൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു ഡാറ്റയും ഇല്ല. എല്ലാ ഡാറ്റയും എറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഹീറോ ഒരു കാര്യം ചെയ്, ഈ ഫോണിലെ ഡാറ്റാസ് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റുമോ നോക്കി നോക്ക്. അങ്ങനെ അവർ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതേ റൂമിൽ വെച്ചിട്ട് നമ്മുടെ സംഗീത ഒളിപ്പിച്ച് വെച്ചിട്ടായിരുന്ന ആ ഒരു പൈസ 20 ലക്ഷം രൂപ കിട്ടാണ് ആ ഒരു എവിഡൻസും അവർ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോയും അസിസ്റ്റന്റും നേരെ മനോജിനെ മീറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്, മരണപ്പെട്ട വാർഡൻ സംഗീതയില്ലേ, അവരുടെ റൂമിൽ നിന്ന് 20 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അതിന് ആ പൈസയായിട്ട് എനിക്കൊരു ബന്ധവുമില്ല, എനിക്ക് അറിയാനില്ല ആ പൈസ എങ്ങനെ അവർക്ക് കിട്ടിയെന്ന്. അപ്പൊ ഹീറോ, കഴിഞ്ഞ 2-3 വർഷമായിട്ട് നിങ്ങളുടെ സ്കൂളും ഇതിന് ചുറ്റുമുള്ള പ്രോപ്പർട്ടിയൊക്കെ ചില ആളുകൾ വാങ്ങാൻ ശ്രമിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. മരണപ്പെട്ട വാർഡന്റെ കയ്യിൽ ആ പൈസ വന്നത് ഈ ഒരു പ്രോപ്പർട്ടി വിറ്റുകൊടുക്കാന്ന് പറഞ്ഞിട്ട് അവര് ആരുടെ കയ്യിൽ നിന്നോ വാങ്ങിയതാണ്. അപ്പോ ആ ഒരു കാര്യം എപ്പോഴെങ്കിലും വാർഡൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അത് പറഞ്ഞ് ഫോഴ്സ് ചെയ്യാൻ മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നോ? കാരണം എന്തായാലും വാർഡന്റേത് ഒരു സാധാരണ മരണമല്ല. ഇനിയിപ്പോ നിങ്ങളെങ്ങാനും അവര് ചീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ട് അങ്ങനെ വല്ലതും സംഭവിച്ചതാണെങ്കിലോ? നിങ്ങളുടെ സംശയമൊക്കെ നല്ലതാ, പക്ഷെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവാ. അപ്പൊ ഹീറോ, ഞാനേ വാറണ്ടായിട്ട് വന്നേക്കാം. അടുത്ത സീനില് നമ്മുടെ അസിസ്റ്റന്റ് ACP നേരെ പോകുന്നത് പ്രിൻസിപ്പലിന്റെ അസിസ്റ്റന്റ് ഇല്ലേ നമ്മുടെ ഗുരുജി, അങ്ങേരെ കാണാനാണ്. ഗുരുജിയോട്, അല്ല നിന്റെ പ്രിൻസിപ്പൽ എവിടെ? സാറേ, പ്രിൻസിപ്പൽ നാട്ടിൽ പോയതാ, 2-3 ദിവസം കഴിയും വരാന്നാ പറഞ്ഞേ. ആഹാ, എന്നാ പിന്നെ അങ്ങേര് വരുമ്പോ വരട്ടെ. പിന്നെ വേറൊരു കാര്യം ചോദിക്കാണ്ടിരുന്നു, അതായത് ഈ ഒരു സ്കൂളും ഇതിന്റെ ചുറ്റുമുള്ള ലാൻഡും ഒക്കെ ആരോ ഒരാള് വാങ്ങാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് ഒരു രഹസ്യം ഞാൻ കേട്ടല്ലോ. അപ്പൊ ഗുരുജി, സാറ് പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ ഉറപ്പായിട്ടും ഞാനേ എവിടെയെങ്കിലൊക്കെ ആരടുത്തെങ്കിലൊക്കെ അന്വേഷിച്ചിട്ട് സാറിന്റെ സംശയത്തിനുള്ള ഉത്തരം ഞാൻ കണ്ടുപിടിച്ച് തന്നേക്കാം. അതും പറഞ്ഞിട്ട് നമ്മുടെ ASI അവിടുന്ന് പോവാണ്. അതേ സമയത്ത് നമ്മുടെ ഹീറോ ഇല്ലേ, ആ സ്കൂളിന്റെ പുറത്തായിട്ട് ഒരു പിക്ചർ ഉണ്ട്. ആ പിക്ചർ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഹൃത്തികില്ലേ, അവനങ്ങോട്ട് വന്നിട്ട് ഹീറോയോട് ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, കുറെ നേരമായാലോ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതും പറഞ്ഞുകൊണ്ട് അവൻ നേരെ പോയിട്ട് കുറച്ച് അകലെ പോയിരിക്കുകയാണ്. അപ്പൊ ഹീറോ, അല്ല ഇവന് കണ്ണു കാണാൻ പറ്റാത്തതല്ലേ, പിന്നെ ഞാൻ ഫോട്ടോയാണ് നോക്കിയിരിക്കുന്നതെന്ന് അവനെങ്ങനെ മനസ്സിലായത്? ചിലപ്പോ ചില കുട്ടികൾക്ക് എക്സ്ട്രാ എബിലിറ്റി ഉണ്ടാവുമല്ലോ, അതുപോലെ ആ ഒരു സ്ഥലമൊക്കെ അവൻ മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കാം ചിലപ്പോ അസ്യൂം ചെയ്തിട്ടുണ്ടാവുക. എന്നാലും അതൊന്ന് ഉറപ്പിക്കണല്ലോ. അപ്പൊ പതി അവന്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട്, അല്ല ഹൃത്തികെ, ഞാൻ ആ പെയിന്റിങ് തന്നെ നോക്കിക്കൊണ്ടിരുന്നതെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായേ? എന്താ നീ കണ്ടോ ഞാൻ പെയിന്റിങ് നോക്കുന്നത്? അതല്ല സാറേ, ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരുന്നപ്പോ സാറോടെ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ, ഞാൻ ഡെയിലി അതിലേ പോകുന്നതല്ലേ, അപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായി സാർ ആ പെയിന്റിങ്ങിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന്, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പൊ ഹീറോ, അല്ലടാ പിന്നെ പായല് നിന്റെ ഫ്രണ്ട്, അവളെ നീ മിസ് ചെയ്യുന്നുണ്ടോ? അല്ല സാറേ, പായലിനെ കുറിച്ച് സാറിന് എങ്ങനെ അറിയാം? ആരാ സാറിനോട് പറഞ്ഞേ? അതാരെങ്കിലും ആവട്ടെ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. നീ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാല് മിസ് ചെയ്യുന്നുണ്ട് സാറേ. അവളെന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആളുകളും എന്നെ വിട്ടു പോറാ പതിവ്. അപ്പൊ ഹീറോ, അല്ല ഇതുപോലെ വേറെ ആരെങ്കിലും നിന്നെ വിട്ടുപോയിട്ടുണ്ടോ? അതെ സാറേ, കുറച്ച് നാളു മുമ്പ് എൻ്റെ കൂടെ ദിയ എന്നൊരു പെൺകുട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. പെട്ടെന്ന് ഒരു ദിവസമാണ് അവളെയും കാണാതായ. പിന്നെയാണ് മനസ്സിലായത് അവളിനി സ്കൂളിലേക്ക് വരില്ല, അവള് വീട്ടിലേക്ക് പോയതാണെന്ന്. എന്നോട് സ്കൂൾ ടീച്ചേഴ്സും വാർഡനുമാണ് ആ കാര്യം പറഞ്ഞേ. എനിക്ക് എന്റെ ലൈഫിൽ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഉണ്ടായിരുന്നത് ദിയ, അതുപോലെ പായല്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ദിയ അവൾ എന്തുകൊണ്ടായിരിക്കും വരാതായിട്ടുണ്ടാവുക, എന്തിനാ വീട്ടിൽ പോയിട്ടുണ്ടാവുക, അതൊന്ന് അന്വേഷിച്ച് നോക്കണല്ലോ. അങ്ങനെ അവളുടെ വീട്ടിലേക്ക് പോവാണ്. അതേ സമയത്ത് നമ്മുടെ അസിസ്റ്റൻസ് അവർ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. കാരണം സ്കൂളിൽ വെച്ചിട്ട് അവൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയണല്ലോ. അങ്ങനെ സെക്യൂരിറ്റിയോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, സാറേ, ഒരു 2 മാസം മുമ്പ് വൈസ് പ്രിൻസിപ്പളായിട്ട് ഗോവിന്ദ് എന്ന് പറയുന്ന ഒരാള് നമ്മുടെ ഈ സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ അവൻ ദിയെ റേപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തപ്പോ നമ്മുടെ വാർഡൻ അത് കണ്ടപ്പോ അവനെ അടിച്ച് സ്കൂളിൽ നിന്ന് ഓടിച്ചു വിട്ടതാ. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോ പിന്നീട് ആ കുട്ടിയെ കാണാതായി. വാർഡൻ പറഞ്ഞത് അവള് വീട്ടിലേക്ക് പോയതാണെന്നാണ്. അപ്പൊ അസിസ്റ്റന്റ്, ദിയ എന്ന പെൺകുട്ടിക്ക് അങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചിട്ട് നിങ്ങളെന്താ പോലീസിൽ പറയാതിരുന്നേ? അല്ല സാറേ, സ്കൂളിനൊരു മോശമല്ലേ, അതുമല്ല ആ പെൺകുട്ടിയുടെ ഭാവി ഓർത്തിട്ടാ. അല്ല നീ പറയുന്ന ആ ഒരു ഗോവിന്ദില്ലേ, അവനിപ്പോ എവിടെയുള്ളേ? എന്നാൽ സെക്യൂരിറ്റിക്ക് അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. അതേ സമയത്ത് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് പായലിനെ കാണാനാണ്. അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല പായലെ, നിന്നെ എന്തിനാ ആ സ്കൂളിൽ നിന്ന് പറഞ്ഞയച്ചേ? നീയും ഹൃത്തിക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അപ്പൊ അവള് പറയുന്നുണ്ട്, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല സാറേ, ഞങ്ങള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്ന് പറയാം. ഞങ്ങളുടെ പഠന സമയം കഴിഞ്ഞാല് ബാക്കി സമയത്തൊക്കെ നമ്മൾ ഒന്നിച്ചായിരുന്നു. ഓരോ കഥകൾ പറഞ്ഞ് ഓരോ പാട്ടുകളൊക്കെ പാടിയിട്ട് അങ്ങനെ ഒരു ദിവസം അവൻ എനിക്ക് പാട്ട് പാടി തന്നോണ്ടിരുന്നപ്പോ അതിൽ പോയിക്കൊണ്ടിരുന്ന വാർഡൻ ചോദിച്ചു, അല്ല നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ ചെയ്യുന്നത്? ഇതൊരു സ്കൂളാണ്, അല്ലാതെ അതും പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് പിടിച്ചു കൂട്ടിക്കൊണ്ടിട്ട് എന്റെ TC എനിക്ക് എഴുതി തന്നു. എന്നാൽ എന്താ സംഭവം എന്ന് ചോദിച്ചിട്ട് അവർ മറുത്തൊന്നും പറഞ്ഞില്ല. അങ്ങനെ സ്കൂളിൽ നിന്ന് ഒഴിവായ ശേഷം എനിക്ക് വേറൊരു സ്കൂളിൽ പഠിക്കാൻ പറ്റിയില്ല. കാരണം ഈ ഒരു സ്കൂള് അഥവാ സേവാ സ്കൂളിൽ മാത്രമേ ഫ്രീ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കുള്ളൂ. ഞങ്ങളൊരു പാവപ്പെട്ട ഫാമിലിയാണ്. എൻ്റെ അച്ഛന് പണം കൊടുത്തിട്ട് മറ്റു സ്കൂളുകളിൽ എന്നെ പഠിപ്പിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് തന്നെ അന്ന് എൻ്റെ സ്കൂൾ ജീവിതം അവസാനിച്ചതാ. അപ്പൊ ഹീറോ, പായലെ, നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. അധികം വൈകാതെ തന്നെ നിനക്ക് അതേ സ്കൂളിൽ തന്നെ പഠിക്കാൻ പറ്റും. അതിനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അല്ല ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് രാജനെ ശരിക്കും നല്ല ഇഷ്ടമല്ലേ? അതെ സാറേ, അതിലെന്താ സംശയം? അപ്പോ അവന് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് നീ ചെയ്യോ? എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാം സാറേ. അപ്പൊ ഹീറോ അവളോട് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ എന്താണ് പറഞ്ഞതെന്ന് മാത്രം നമ്മൾ കേൾക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ഹീറോ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കുറച്ചു നേരത്തെ ദിയ എന്നൊരു പെൺകുട്ടിയെ തേടിയിട്ട് ഹീറോ പോയിരുന്നില്ലേ? എന്നാൽ അവളുടെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞത് അവള്
സ്കൂളിലാണ് പഠിക്കുന്നതെന്നാ, അതും അവളെ പിരിച്ചുവിട്ടെന്ന് പറയുന്ന അതേ സേവാ സ്കൂളിൽ. എന്നാൽ സ്കൂളിൽ അന്വേഷിക്കുമ്പോൾ അവരെന്താ പറയുന്നത്, ഇവിടുന്ന് പിരിച്ചുവിട്ടിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പോയതാന്ന്. അല്ല ശരിക്കപ്പോ അവൾക്ക് എന്താ സംഭവിച്ചേ? ആ ഒരു സംശയം തീർക്കാനായിട്ട് നമ്മുടെ മ്യൂസിക് ടീച്ചറില്ലേ അവരോട് ഹീറോ ചോദിക്കുന്നുണ്ട്, കുറച്ച് നാള് മുൻപ് ദിയ എന്നൊരു പെൺകുട്ടി ഈ സ്കൂളിൽ നിന്ന് കാണാതായില്ലേ, അവള് വീട്ടിലേക്ക് പോയതാണോ, അവൾക്ക് എന്താ ശരിക്കും സംഭവിച്ചേ? അന്ന് സംഭവിച്ചെന്താന്ന് വെച്ചാല് വൈസ് പ്രിൻസിപ്പൾ ആയിരുന്ന ഗോവിന്ദ് ആ പെൺകുട്ടിയോട് എന്തോ മോശമായിട്ട് പെരുമാറിയിട്ട് അതിന്റെ പേരിൽ വാർഡൻ അവൾക്കെതിരെ ആക്ഷൻ എടുത്തിട്ട് അവളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാണ്. ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകുന്നത് അങ്ങനെ എന്തെങ്കിലും കണ്ടിരുന്നോ? അങ്ങനെയൊന്നും കണ്ടിരുന്നില്ല. ആ ഒരു വാർഡൻ തന്നെ പറഞ്ഞത് ദിയയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്ന്. എന്നാല് അവള് ശരിക്കും അവളുടെ വീട്ടിലേക്കാണ് പോയതെന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല സാറേ. അപ്പൊ ഹീറോ, അപ്പോ അവളുടെ തിരോധാനത്തില് ഗോവിന്ദിന് ബന്ധമുണ്ടല്ലേ? അല്ല ഗോവിന്ദ് എങ്ങനെയാ ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്? ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിരുന്നോ? അപ്പൊ ടീച്ചർ, അത് സാറേ നമ്മുടെ മനോജ് സാറിന്റെ മകനില്ലേ അവനെന്തോ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഗോവിന്ദിന് പോസ്റ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ എത്രമാത്രം കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ ഒരു കേസ് ഒരു ഭാഗത്ത് കാണ്ട് പല ഭാഗത്തേക്ക് ഇങ്ങനെ ചുറ്റി പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇതിലിപ്പോ മനോജിന്റെ മകനും ബന്ധമുണ്ടോ? അങ്ങനെ ഡയറക്റ്റ് മനോജിന്റെ വീട്ടിലേക്ക് പോയിട്ട് മകനെ ചോദ്യം ചെയ്യുന്ന കാര്യം പറയുമ്പോ തന്റെ കയ്യിൽ വാറണ്ടുണ്ടോ? അപ്പൊ ഹീറോ, വാറണ്ടൊന്നുമില്ല, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചോദിക്കാനാ. എന്ത് പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും താൻ വാറണ്ടായിട്ട് വാ. ഇതിപ്പോ ഒന്നോ രണ്ടൊന്നല്ലോ, കുറെ പ്രാവശ്യമായില്ലേ ഞാൻ ആരാണെന്ന് താൻ കരുതിയിട്ടില്ലേ. തനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആദ്യം ഫോൺ ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് വാങ്ങുക, എന്നിട്ട് സംസാരിക്കുക. അല്ലാതെ തനിക്ക് തോന്നുമ്പോൾ വരാനാണെങ്കിൽ കയ്യിൽ വാറണ്ടായിട്ട് വാ. അങ്ങനെ ഹീറോ അവിടുന്ന് അപമാനിച്ച് പറഞ്ഞു വിടുന്നുണ്ട്. അവിടുന്ന് ഹീറോ പോയി കഴിഞ്ഞപ്പോ തന്നെ മനോജ് ഏതൊരു ഹയർ ഓഫീസർ വിളിച്ച് പറയുന്നുണ്ട്, സംഗീതയുടെ കേസ് അന്വേഷിക്കുന്ന ഒരു പോലീസുകാരനില്ലേ എനിക്ക് തീരെ സമാധാനം തരുന്നില്ല, അവന് ഒരു മൂക്കറിട്ടേക്ക്. അടുത്ത സീനില് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് നമ്മുടെ ഹൃത്തിക്കിന്റെ റൂമിലേക്കാണ്. അങ്ങനെ റൂമൊക്കെ ഒന്ന് അരിച്ചു പെറുക്കിയപ്പോൾ അവസാനം അവന്റെ ഒരു ഡയറി കിട്ടാണ്. അത് ഹീറോ എടുത്തു വെക്കുകയാണ്. അതിനുശേഷം ഒരു ലെറ്റർ എടുത്തിട്ട് നമ്മുടെ ഹൃത്തിക്കിനെ കാണാൻ പോവാണ്. അപ്പോ അല്ല ഇത് പോലീസുകാരല്ലേ കുറേയല്ലേ കണ്ടിട്ട്, അതായത് നമ്മുടെ ഹീറോ വരുന്നതിന് മുൻപ് തന്നെ ചിലപ്പോ സ്മെല്ല് വെച്ചിട്ടോ ഹീറോയെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ അവന് മനസ്സിലായിട്ടുണ്ട് ആരാണ് വരാൻ പോകുന്നത്. എന്നിട്ട് ഹീറോ അവന്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തിട്ട് നിനക്ക് പായല് ഒരു ലെറ്റർ തന്നിട്ടിട്ടുണ്ട്. അവനാണെങ്കിൽ ആകാംക്ഷയോടെ ആ ഒരു ലെറ്റർ വാങ്ങിയിട്ട് വായിച്ചു നോക്കുമ്പോൾ അതിൽ അവള് പറഞ്ഞിട്ടുള്ളത്, നീ എന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ, ഒറ്റക്കായി പോയ പോലെ തോന്നുന്നുണ്ടോ, നീ വെറുതെ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, അധികം വൈകാതെ ഞാൻ ആ സ്കൂളിലേക്ക് വരും, പിന്നെ പഴയ പോലെ തന്നെ നമുക്ക് ഒന്നിച്ച് ചുറ്റി നടക്കാം, ഒന്നിച്ച് പാട്ട് പാടാം, ഒന്നിച്ച് കഥകൾ പറയാം, അപ്പോ അധികം വൈകാതെ നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ലെറ്റർ അവസാനിക്കുന്നത്. അടുത്ത സീനില് നമ്മുടെ ഹീറോ ഹൃത്തിക്കിന്റെ ആ ഒരു ഡയറി ആയിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് നമ്മുടെ ASIL അസിസ്റ്റന്റ് അങ്ങേരുടെ കയ്യിൽ ആ ഡയറി കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഈ ഡയറി ഒന്ന് വായിക്കാൻ നോക്ക്. എന്നാൽ ആ ബുക്ക് നോക്കുമ്പോൾ അതിൽ എഴുതാതിരുന്ന് കാണുന്നില്ല. കാരണം ബ്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അവര് എഴുതുന്നതും വായിക്കുന്നതൊക്കെ വേറെ രീതിയിലാണല്ലോ. സാറേ ഇതിനു മാത്രം ബുദ്ധിയൊന്നും എനിക്കില്ല. അപ്പൊ താനൊരു കാര്യം ചെയ്യ്, ഇത് വായിക്കാൻ അറിയുന്ന ഒരാളെ കൊണ്ട് ഈ ഡയറിയിൽ എന്താ എഴുതിയിട്ടില്ലെന്ന് ഒന്ന് കറക്റ്റ് മനസ്സിലാക്കി വെക്ക്. ആ ഒരു ഉദയയുടെ തിരോധാനത്തിന് പിന്നിലെ കാരണക്കാരനായ ഗോവിന്ദില്ലേ അവന്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോ അവനെ ഞാൻ തൂക്കിയിട്ട് വരാം. അങ്ങനെ ഗോവിന്ദിന്റെ ഏരിയയിൽ പോയിട്ട് അവനെ അടിച്ച് പിഴിഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് പിടിച്ചൊല്ലി കൊണ്ടുവരാണ്. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ എന്നെ എന്തിനാ ഇപ്പൊ നിങ്ങൾ പിടിച്ചിട്ട് വന്നിട്ടില്ലേ, എന്നെ എന്തിനാ ഉപദ്രവിക്കുന്നേ? അപ്പൊ ഹീറോ പൊന്നുമോനെ മര്യാദക പറഞ്ഞു, വാർഡൻ സംഗീതയില്ലേ അവരുടെ മരത്തിന് പിന്നില് നീ തന്നെയല്ലേ, നീയല്ലടാ അവരെ കൊന്നുകളഞ്ഞേ. അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ ഞാനെന്തിനാ അവരെ കൊല്ലേണ്ട ആവശ്യം, അവരോട് എനിക്കൊരു പകയും ദേഷ്യമില്ല. പൊന്നുമോനെ കഥ ഇറക്കല്ലേ, നീ ഒരു ദിയ എന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ലേ, ആ ഒരു കാഴ്ച കണ്ട വാർഡൻ നിന്നെ പഞ്ഞിക്കിട്ടിട്ട് ആ ഒരു സ്കൂളിലെ നിന്റെ ജോലിയിൽ നിന്ന് തന്നെ നിന്നെ പറഞ്ഞു വിട്ടത് അവരല്ലേ. അങ്ങനെയുള്ള ഒരു വാർഡനോട് നിനക്ക് ഭയങ്കര സ്നേഹോ? സത്യം പറഞ്ഞു, അന്ന് നിന്റെ കൈകൊണ്ട് ആ പെൺകുട്ടി ദിയ അവള് കൊല്ലപ്പെട്ടില്ലേ? ഇല്ല സാറേ, നിങ്ങളിത് എങ്ങോട്ടാ കൊണ്ടുവന്നേ? ശരിക്ക് അന്ന് എന്താ സംഭവിച്ചെന്ന് ഞാൻ തന്നെ പറയാം. ഒരു ദിവസം രാത്രി സമയത്ത് ആ ഒരു ദിയ ആ പെൺകുട്ടി റെസ്റ്റ് റൂം യൂസ് ചെയ്യാനായിട്ട് പുറത്തേക്ക് വന്നപ്പോ എനിക്കൊരു ബുദ്ധിമോശം സംഭവിച്ചെന്നുള്ള സത്യം തന്നെയാ. അവളെ ഞാൻ ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ അതിനിടയിൽ അവള് വല്ലാതെ അലറി വിളിച്ചിട്ട് ആ ബാത്റൂമിൽ തന്നെ തെന്നി വീണുപോയി. അപ്പോ ഞാനും പേടിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോ നോക്കിയപ്പോ പുറത്തുള്ള സൗണ്ട് കേട്ടിട്ട് വാർഡനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആ പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോ അവർക്കെന്തോ മനസ്സിലായി തോന്നിട്ട്, കണ്ടു കാണാൻ പറ്റാത്തൊരു പെൺകുട്ടിയെ പോലും നിന്നെ പോലത്തെ ക്രൂരമാര് വെറുതെ വിടില്ലാലേ, നീ ഒരു വൈസ് പ്രിൻസിപ്പൾ അല്ലേ, ഒരു ടീച്ചർ ഇങ്ങനെ ചെയ്യാൻ പാടോ? അതും പറഞ്ഞ് അവരെന്റെ മുഖത്തടിച്ചെന്നുള്ള കാര്യം സത്യം തന്നെയാ. ഇനി ഒരിക്കലും ഈ കുട്ടികളുടേതോ അല്ലെങ്കിൽ എന്റെ കൺമുമ്പില് നിന്നെ കാണാൻ പാടില്ല. അങ്ങനെ അന്ന് അവരെന്നെ ഇറക്കി വിട്ടതാ. എന്നാൽ അവനാണെങ്കിൽ, മേഡം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നീ ആരോടാണ് കഥ ഇറക്കുന്നേ, ഈ ക്യാമ്പസ് മുഴുവനായിട്ട് എത്രത്തോളം CCTV ക്യാമറ ഉണ്ടെന്നറിയോ, കൂടുതൽ തിളക്കാൻ നിൽക്കണ്ട, നീ എന്തൊക്കെയാ ചെയ്തതെന്ന് എല്ലാം ആ ക്യാമറയിൽ റെക്കോർഡായിട്ടുണ്ട്. എന്താ നിന്നെ കാണിക്കണോ? ഇനി ഒരിക്കലും നിന്നെ സ്കൂളിന്റെ ഭാഗത്തേക്ക് കാണാൻ പാടില്ല. ഇനി അതല്ല നിനക്ക് വന്നേ മതിയോന്നാണെങ്കിൽ നീ ചെയ്ത എല്ലാ നെറുകേടും CCTVയിലെ റെക്കോർഡുകാരെ അറിയാലോ, നേരെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കും, നിന്നെ പിടിച്ച് ജയിലാക്കും ചെയ്യും. എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, സാറേ അന്ന് അവരെന്നെ അങ്ങനെ ഭയപ്പെടുത്തിയപ്പോ ഞാൻ പേടിച്ച് അന്ന് തന്നെ അവിടെ പോയതാ. അന്ന് അവർക്ക് വാക്ക് കൊടുത്ത പോലെ തന്നെ പിന്നീട് ഒരിക്കലും ഞാൻ ആ സ്കൂളിന്റെ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ല. അപ്പൊ ഹീറോ ഇതുവരെ പറഞ്ഞതില് കുറച്ച്
സത്യമുണ്ട്, പക്ഷെ നീ കുറേ നുണ പറയുന്നുണ്ട്. നീ പിന്നീട് ഒരിക്കലും ആ സ്കൂളിലേക്ക് പോയിട്ടേ ഇല്ല. ഇല്ല സാറേ, ഞാൻ പോയിട്ടേ ഇല്ല. നീ ആരുടെ മുമ്പിലാണ് ഡ്രാമ ഇറക്കുന്നേ? നീ ആ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. എന്താ തെളിവ് വേണോ? നിന്റെ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്തപ്പോ നീ പലപ്പോഴും വീണ്ടും ആ സ്കൂളിന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അതോ ഇനി നിന്റെ ഫോണ് നടന്നു പോയതാണ് എന്നാണ് നീ പറയാൻ പോകുന്നേ? സത്യം പറടാ, എന്തിനാടാ നീ വീണ്ടും പോയെ? പക വീട്ടാനല്ലേ? അല്ല സാറേ, അതിനൊന്നുമല്ല. അന്ന് അവർ പറഞ്ഞില്ലേ ആ CCTVയിൽ ആ വിഷ്വൽസ് ഉണ്ടെന്ന്. എപ്പോഴെങ്കിലും ആപത്താവെന്ന് പറയുന്നിട്ട് ആ ഒരു വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ടാ സാറേ ഞാൻ പോയെ. അതുപോലെ ആ CCTVയുടെ മുഴുവൻ ഹാർഡ് ഡ്രൈവും ഞാൻ അന്ന് അടിച്ചു മാറ്റിയിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഗോവിന്ദാണെങ്കിൽ പലപ്പോഴും സത്യം പറയുന്നുണ്ട്, നുണ പറയുന്നുണ്ട്. ഇതിലേതാ സത്യം നുണാന്ന് വ്യക്തമാകുന്നില്ലല്ലോ. അപ്പൊ ഹീറോയ്ക്കും ഡൗട്ട് ആവുന്നുണ്ട്, ഇവൻ എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം സത്യമുണ്ട്, അതുപോലെ ഇവന്റെ ഫോണും ശരിക്കൊന്ന് ട്രേസ് ചെയ്യും. അതേ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയെ കാണാൻ ഹയർ ഓഫീസർ വരികയാണ്. അങ്ങേര് പറയുന്നുണ്ട്, അല്ലടാ നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? ഇതൊരു സാധാരണ മരണല്ലേ, ഈ കേസ് വേഗം തന്നെ ക്ലോസ് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞിട്ട് എന്റെ വാക്ക് പോലും കേൾക്കാതെ വീണ്ടും ഈ കേസിന്റെ പിന്നാലെ എന്തിനാ അലയാൻ നിൽക്കുന്നേ? വേറെ എത്ര കേസുണ്ട് പെൻഡിങ്ങില്? അപ്പൊ ഹീറോ, ഇല്ല സാറേ, ഈ കേസ് അത്ര സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാല് പിന്നാലെ പോകും തോറും പല രഹസ്യങ്ങളും പതിയെ പുറത്തു വരുന്നുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ പിന്നിൽ രഹസ്യങ്ങൾ അറിയാതെ എന്തോ മനസ്സിനൊരു സമാധാനമില്ല. ഈ കേസ് മാത്രമല്ല, ഇതുപോലെ പല കേസും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ബാക്കിയുള്ള കേസ് പിന്നെ ആരോ നോക്കുക? തൽക്കാലം കേസ് ക്ലോസ് ചെയ്തിട്ട് എനിക്ക് വേഗം തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. എന്നാൽ ഹീറോ മറുത്തൊന്നും പറഞ്ഞില്ല. എന്നാൽ ഹീറോയുടെ മനസ്സിൽ ഇപ്പോഴും കുറേ സംശയമുണ്ട്. ആരായിരിക്കും നമ്മുടെ വാർഡനെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? ഇനിയിപ്പോ മനോജ് ആയിരിക്കോ അതിന്റെ പിന്നിലെ? അല്ലെങ്കിൽ ഗോവിന്ദ് ആയിരിക്കോ? അതും അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ? അതിനിടയിൽ ദയ എന്നൊരു പെൺകുട്ടി, അവളെ കാണാതായില്ലേ? അവൾക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? അങ്ങനെ ഹീറോയ്ക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോ അറിയുന്നത് നാട്ടിലേക്ക് പോയ പ്രിൻസിപ്പൾ ഇല്ലേ, അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ കാണാൻ നേരെ സ്കൂളിലേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല പ്രിൻസിപ്പളെ, ഈ ഒരു സ്കൂളിൽ നടന്ന ഒരു കാര്യത്തിനും ഒരു എവിഡൻസും ഇല്ല. CCTV വിഷ്വൽസ് അതെവിടെയാ പോയെ? അതെവിടെയാ പോയെന്ന് ചോദിച്ചാൽ സാറേ, ആരോ ഒരാൾ വന്നിട്ട് ഹാർഡ് ഡിസ്ക് അടക്കം അടിച്ചിട്ട് പോയതാ. ആഹാ, ആണല്ലേ? എന്നിട്ട് എന്തുകൊണ്ടാ പോലീസിൽ കംപ്ലൈന്റ് തരാത്തെ? അത് സാറേ, ബോസ് മനോജ് സാറ് അങ്ങേരാ പറഞ്ഞ കംപ്ലൈന്റ് ചെയ്യണ്ടെന്ന്. ഓഹോ, എന്നാ അതവിടെ കേട്ടെ. അല്ല, താൻ എന്തിനാ വാർഡന്റെ ഫോൺ ഒളിപ്പിച്ചു വെച്ചേ? അല്ല സാറെന്താ പറയുന്നത്? ഞാൻ ആരുടെ ഫോൺ ഒളിപ്പിച്ചു എന്ന്? ഞാൻ ആരും ഫോണൊന്നും ഒളിപ്പിച്ചില്ല സാറേ. അപ്പോൾ കൈപ്പത്തി വെച്ചിട്ട് അയാളുടെ മുഖത്തിന്റെ അളവെടുക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, സാറേ നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഞാൻ തന്നെയാ ഫോൺ മാറ്റി വെച്ചേ. മനോജ് സാർ എന്നോട് പറഞ്ഞത് ആ ഒരു ഫോൺ എടുത്ത് മാറ്റി വെക്കാൻ, കാരണം അവരുടെ എന്തോ പ്രൈവറ്റ് ചാറ്റ് ഉണ്ടെന്നോ എന്തോ സീക്രട്ട് ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അതുകൊണ്ടാണ് ആ ഒരു ഫോൺ മൊത്തത്തിൽ എറേസ് ചെയ്തിട്ട് പിന്നീട് അവരുടെ റൂമിൽ കൊണ്ടുവച്ചേ. അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞില്ലേ മനോജ് പറഞ്ഞിട്ടാണ് ഫോൺ മാറ്റിയെന്ന്. അപ്പോൾ നേരെ മനോജിന്റെ അടുത്ത് പോയിട്ട് പ്രിൻസിപ്പൾ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അയാൾക്ക് കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ സാറിന് പറയാനുള്ളത്? അപ്പോൾ അയാൾ കലിപ്പില് ഏതോ ഒരുത്തൻ എന്തോ എന്ന് പറഞ്ഞതിന് നിങ്ങൾ ഞാൻ തന്നെയാണ് കൊലയാളിയെന്ന് എങ്ങനെയാ ഉറപ്പിക്കുക? അല്ല, നിങ്ങൾ ആദ്യം തീരുമാനിച്ച പോലെയാണല്ലോ ഞാൻ തന്നെയാണ് കൊലയാളിയെന്ന്. അപ്പോൾ ഹീറോ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള സംശയമുണ്ട്, പക്ഷെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് മാത്രം കിട്ടിയിട്ടില്ല. കിട്ടി മോനെ, നീ തീർന്ന് പിന്നെ ജയിലില് കമ്പി എണ്ണിട്ടിരിക്കാം. അങ്ങനെ നമ്മുടെ ഹീറോ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഓൾറെഡി ഗോവിന്ദിന് കണക്കിന് കിട്ടിയപ്പോൾ അവൻ ആ ഹാർഡ് ഡിസ്ക് എവിടെയാ ഒളിപ്പിച്ചു വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു ഡാറ്റയില്ല, എല്ലാം എറേസ് ചെയ്തിട്ടുണ്ട്. ഹീറോയ്ക്ക് തല പുകയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഇതിലെ ഡാറ്റാസും റിക്കവർ ചെയ്യാൻ പറ്റുമോ നോക്ക്. അങ്ങനെ അന്ന് സ്റ്റേഷനിൽ തന്നെ സ്റ്റേ ചെയ്യാണ്. അങ്ങനെ കേസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസമായപ്പോൾ നമ്മുടെ വാർഡൻ സംഗീതയില്ലേ, അവരുടെ ഫോണിലെ ഡാറ്റാസ് ഒക്കെ റിക്കവർ ചെയ്തെടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ദിയ എന്നൊരു പെൺകുട്ടിയില്ലേ കാണാതായത്, അവള് മരണപ്പെട്ട് കിടക്കുന്ന ഫോട്ടോസ് അതിൽ കാണുന്നുണ്ട്. അതുപോലെ കുറേയധികം ചാറ്റുകള്, കുറേയധികം ഓഡിയോ മെസ്സേജുകൾ. അതെന്താണെന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു വാർഡനില്ലേ, അവര് മനോജിന് വോയിസ് മെസ്സേജ് അയച്ചതാണ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ പെൺകുട്ടി ദിയ, അവളുടെ ബോഡി ആരും അറിയാതെ ഞാൻ അടക്കം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നില്ലേ, ഈ ഒരു രഹസ്യം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഈ സ്കൂളിന്റെ പേര് തന്നെ മൊത്തത്തിൽ മോശമായിട്ടാണ് ആളുകൾ പറയാ. അതിനേക്കാളും നല്ലത് ഈ സ്കൂളങ്ങ് വിൽക്കുന്നതല്ലേ. ഇനി വെറുതെ വാശി കാണിച്ചിട്ട് സ്കൂള് വിൽക്കാൻ പോകുന്നില്ല, മസിൽ പിടുത്താണെങ്കിൽ ഈ ഒരു ചാറ്റുകളും ഈ പെൺകുട്ടിയുടെ ഫോട്ടോസും ഞാൻ പോലീസിന് കയ്യിലും ഏൽപ്പിക്കും. അത് പറഞ്ഞപ്പോൾ ഓർത്തത്, പോലീസിനെ ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? കാരണം പോലീസിൽ നിങ്ങൾക്ക് കുറെ സുഹൃത്തുക്കളില്ലേ, ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടും. അത് വേണ്ട, ഞാൻ മീഡിയയെ അതുപോലെ പ്രസ്സിനെ ഏൽപ്പിച്ചോളാം. എന്തായാലും ഇത്രയ്ക്ക് ഹോട്ടലിലൊരു ന്യൂസ് കൊടുത്താൽ എനിക്ക് അത്യാവശ്യം പൈസ കിട്ടാതിരിക്കില്ല. അപ്പൊ മനോജ് ആണെങ്കിൽ നീ ആരെ പേടിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവർ തമ്മിലുള്ള ആ ഒരു വോയിസ് കോൾ കട്ടാവുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടുന്നില്ല. അല്ല, ശരിക്കും ആ വാർഡനെ കൊലപ്പെടുത്തിയത് മനോജാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കോ? അങ്ങനെയാണെങ്കിൽ ദയെ അവളെ കൊലപ്പെടുത്തിയതാരാ? ഈ വാർഡൻ എന്തിന് ദയയുടെ ബോഡി അടക്കം ചെയ്തിട്ട് അവളുടെ ഫോട്ടോയും കാണിച്ചിട്ട് മനോജിനെ ഭീഷണിപ്പെടുത്തുന്നത്? അങ്ങനെ ആ കേസിനെ കുറിച്ച് A to Z ചിന്തിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് ഒരു കണക്ഷനും കിട്ടുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഹയർ ഓഫീസറിലെ അങ്ങനെ ഹീറോ മീറ്റ് ചെയ്തിട്ട് പറയുന്നത്, ഇന്ന് രാത്രി ഹോം മിനിസ്റ്ററുടെ വീട്ടിൽ ഒരു പാർട്ടി ഉണ്ട്, അപ്പോൾ നിനക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്, അപ്പോൾ നമുക്ക് പാർട്ടിയിൽ വെച്ച് കാണാം. അല്ല സാറേ, ഞാനെന്തിനാ പാർട്ടിയിലേക്ക്? അതിന്റെ ആവശ്യമുണ്ട്, പാർട്ടിയിലേക്ക് വന്നേ മതിയാവോ? അത് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് പോവാണ്. വേറെ നിവൃത്തിയില്ല. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ ഹീറോയിലെ ഹോം മിനിസ്റ്റർ മീറ്റ് ചെയ്യാനായിട്ട് ആ ഒരു പാർട്ടിയിലേക്ക് പോവാണ്. അപ്പോൾ ഹോം മിനിസ്റ്റർ പറയുന്നതെന്ന് വെച്ചാൽ താനൊരു കാര്യം ചെയ്യ്, ഈ കേസില്ലേ
ഇത് ഇന്ന് തന്നെ ക്ലോസ് ചെയ്തേക്ക്. പിന്നെ കുറച്ചധികം നാളായിട്ട് നിനക്ക് പ്രൊമോഷനൊന്നും സെറ്റ് ആയിട്ടില്ലല്ലോ. അപ്പോൾ പ്രൊമോഷന്റെ കാര്യം ഞാൻ ഏറ്റു. അതുപോലെ ഞാൻ അന്വേഷിച്ചപ്പോൾ നീ വാടക വീട്ടിൽ താമസിക്കുന്നല്ലേ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്വന്തം ഒരു വീട്ടിലൊന്നും നല്ലതല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ പരിഗണിച്ചേക്കാം. അപ്പോൾ ഹീറോ സാറേ അതിനൊന്നും ആവശ്യമില്ല, എനിക്കൊന്നും വേണ്ട. അപ്പോൾ ഹോം മിനിസ്റ്റർ ഒന്നും വേണ്ടാന്നാ? അതെന്താടോ സാറേ, ഓൾറെഡി എനിക്ക് വേണ്ടതൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അധികമായിട്ട് സാറൊന്നും എനിക്ക് തരണമെന്നില്ല. പിന്നെ സാറിനെ വിളിച്ചത് ഈ ഒരു കേസിൽ ആ ഒരു മനോജ് സാറ് കുടുങ്ങിപ്പോവും, അവരുടെ പേര് മോശമെന്നുള്ള ഭയം കൊണ്ടാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. കാരണം അങ്ങേരല്ല കുറ്റവാളിയെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ശരിക്കും എന്താ സംഭവിച്ചെന്ന് വെച്ചാല് ആ ഒരു ഗോവിന്ദില്ലേ, അവൻ അത്ര നല്ലൊരുത്തനൊന്നല്ല. അവനിന്ന് ആ ഒരു ദിയ എന്ന പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തായിരുന്നു. അതിനിടയിൽ അവള് ശബ്ദം ഉണ്ടാക്കിയതുകൊണ്ട് വാടം പുറത്തു വന്നു. അങ്ങനെ അവനെ അവിടെ നിന്ന് അടിച്ചോടിച്ചില്ലേ. എന്നാൽ പോകുന്നതിന് മുൻപ് അവനെ ഭീഷണിപ്പെടുത്തിയിരുന്നില്ലേ, കൂടുതൽ കളിച്ചാല് ക്യാമറയിൽ നിന്റെ വിഷ്വൽസ് ഉണ്ട്, അത് വെച്ച് പണി കൊടുക്കുന്നു. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ അവന് തീരെ സമാധാനമില്ല. ഇനി എങ്ങാനും ആ പെണ്ണുപിള്ളക്ക് മനസ്സ് മാറിയിട്ട് പോലീസിൽ വിഷ്വൽസ് കൊടുത്ത് കംപ്ലൈന്റ് ചെയ്താലോ. അങ്ങനെ ആ ഒരു വിഷ്വൽസ് നശിപ്പിക്കാനായിട്ട് വീണ്ടും സ്കൂളിലേക്ക് വന്നിട്ട് ആ ഒരു ഹാർഡ് ഡിസ്ക് അടിച്ചു മാറ്റാൻ നോക്കുമ്പോൾ അതിനിടയിൽ ആ കാഴ്ച വാടം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവനെ തടുക്കാൻ നോക്കിയപ്പോൾ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഫൈറ്റിലാണ് അവസാനം അവൻ വാർഡനെ കൊലപ്പെടുത്തിയിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. പിന്നെ എന്തിനായിരിക്കും വാർഡൻ മനോജിന് ദിയയുടെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവുക? അതിന്റെ കാരണം വേറൊന്നുമല്ല. അതായത് ദിയ ആ ഒരു സംഭവത്തിന് ശേഷം വല്ലാതെ ഭയന്നു പോയിട്ട് അവള് ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടു പോയതാണ്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ മരണം തന്നെ ഒരു ടൂളാക്കിയിട്ട് വാർഡൻ സംഗീതയില്ലേ മനോജിനെ ഭീഷണിപ്പെടുത്തിയതാണ്. കുറെ നാളായിട്ട് നിങ്ങളോട് ഈ സ്ഥലത്തിന്റെ കാര്യം ഞാൻ പറയുന്നുണ്ട്, വേറൊരു ഡീലറിനെ കൈമാറിയാക്കാന്. എന്നാൽ നിങ്ങളത് കേൾക്കുന്നില്ല. അപ്പോൾ ഇനിയും ആ പിടിവാശി കാണിച്ചാൽ ഈ പെൺകുട്ടിയുടെ മരണരഹസ്യം ഞാൻ പുറത്തു വരുത്തുകയും ചെയ്യും. നിങ്ങളുടെ സ്കൂളിനും അതുപോലെ നിങ്ങളുടെ അഭിമാനത്തിനും നല്ല ക്ഷതവും സംഭവിക്കും. അതുകൊണ്ട് മാത്രമാണ് മനോജ് വാർഡന്റെ ഫോണ് ഒരിക്കലും പോലീസിന്റെ കയ്യിൽ പെടാതിരിക്കാനേ അന്ന് ആ ഒരു പ്രിൻസിപ്പലിനെ കൊണ്ട് അവിടെ നിന്ന് മാറ്റിച്ചത്. അല്ലാതെ കുറ്റവാളി മനോജല്ല. ഞാനിപ്പോ എന്റെ ജോലി ചെയ്തതല്ലേ, എന്റെ ജോലി ചെയ്യുന്നതിന് എനിക്ക് എന്തിനാ കുറെ ഉപഹാരവും അതുപോലെ പ്രൊമോഷനൊക്കെ. അങ്ങനെ നമ്മുടെ ഹീറോ അല്ലേ അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ മനോജ് ഓടി വന്നിട്ട് താങ്ക്സ് പറയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തു തരണ്ടേ? എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഇനിയിപ്പോ നിങ്ങൾക്ക് നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതുവരെ ചെയ്ത പോലെ തന്നെ ആ ഒരു സ്കൂളിലെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കണം, അവർക്ക് നല്ല ഭാവി ഉണ്ടാവണം. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക അതൊക്കെ നിങ്ങൾ തന്നെ മനസ്സറിഞ്ഞ് ചെയ്താൽ മതി. അതുപോലെ ആ ഒരു സ്കൂളിൽ നിന്ന് പായൽ എന്ന ഒരു പെൺകുട്ടിയെ ടീസ് കൊടുത്തിട്ട് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അപ്പൊ ആ കുട്ടിയും കൂടി ഒന്ന് തിരിച്ചെടുത്താൽ മതി. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്, ഇതെനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ, ഉറപ്പായിട്ടും ചെയ്തേക്കാം. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് നമ്മുടെ ഹൃത്തിക്കില്ലേ അവനെ കാണാനാണ്. എന്നിട്ട് അവന്റെ കയ്യിൽ വീണ്ടും ഒരു ലെറ്റർ കൊടുക്കുകയാണ്. പായല് വരാൻ പോകുന്ന കാര്യമാണോ എഴുതിയെന്ന് അറിയില്ല. എന്നാൽ ഹീറോ പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നീ ഈ ലെറ്ററില്ലേ അത് വായിച്ചു നോക്കിയ ശേഷം ഈ ഒരു ലെറ്റർ നീ കീറി കളഞ്ഞേക്ക്. ഇതിലെ രഹസ്യം നീയും ഞാനും മാത്രം അറിഞ്ഞാൽ മതി, വേറെ മൂന്നാമത്തെ ഒരാൾ അറിയരുത്. അല്ല ഇങ്ങനെയൊക്കെ പറയാൻ ആ ലെറ്ററിൽ എന്താണെന്ന് അറിയണല്ലോ. അങ്ങനെ ഹൃത്തിക്ക് പോയിട്ട് ആ ലെറ്റർ വായിച്ചു നോക്കുമ്പോൾ അതിൽ ഹീറോ എഴുതിയിട്ടുള്ളത്, ഹൃത്തിക്ക് എനിക്കറിയാം ഈ കൊലപാതകം ചെയ്തത്, അതായത് വാർഡനെ കൊലപ്പെടുത്തിയത് അത് നീയാണെന്ന്. അങ്ങനെ പതിയെ അവൻ ആ ഡയറി വായിക്കുമ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചെന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുകയാണ്. അതായത് വാർഡന്റെ കൊലയ്ക്ക് പിന്നില് ഹൃത്തിക്കാണെന്ന് എങ്ങനെയാണ് ഹീറോയ്ക്ക് മനസ്സിലായെന്ന് വെച്ചാല് അവന്റെ ഡയറി ഹീറോ വായിച്ചില്ലേ, അപ്പോൾ അതിലൊരു മെഡിക്കൽ ടൈം ആയിട്ടുള്ള എയർ ഇംബോളിസിനെ കുറിച്ചിട്ട് അവൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എന്തോ സംശയം തോന്നിയിട്ട് കോൺസ്റ്റബിൾ നമ്മുടെ ഹീറോയോട് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് അറിയാനേ ഒരിക്കൽ ആ സ്കൂളിൽ ഒരു ക്യാമ്പ് നടക്കുമ്പോൾ അവിടെ വന്ന ഡോക്ടറോട് ഹീറോ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെന്താന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കില്ലേ, അപ്പോൾ ഓൾറെഡി ആ ഒരു സിറിഞ്ചിൽ കുറച്ച് എയർ ഉണ്ടാവും, അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് വേണം ഇഞ്ചക്ഷൻ എടുക്കാൻ. ഇനിയിപ്പോൾ അറിയാതെ ആ ഒരു എയർ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനും വളരെ റിസ്ക് ആണ്. ഈ ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് എയർ ഇംബോളിസം. അല്ല സാറെന്തീ കാര്യം ചോദിക്കുന്നേ? ഇതേ കാര്യം കുറച്ച് നാൾ മുമ്പ് ഈ സ്കൂളിൽ പഠിക്കുന്ന ഹൃത്തിക് എന്ന കുട്ടിയില്ലേ അവനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹീറോ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സംശയം തോന്നുമ്പോൾ ചോദിച്ചെന്നുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഓർത്ത് നോക്കുന്നത് ആ ഒരു ഡെഡ് ബോഡിയുടെ ഫോട്ടോ എടുത്തപ്പോൾ ആ ഡെഡ് ബോഡി കണ്ടപ്പോൾ തന്നെ ആ വാർഡന്റെ കയ്യിൽ ഒരു ഇഞ്ചക്ഷൻ വെച്ചതിന്റെ ഒരു പാടുണ്ടായിരുന്നു. അതുപോലെ വാർഡന്റെ റൂമിന്റെ വിൻഡോയുടെ താഴെ നിന്നിട്ട് ഒരു സിറിഞ്ച് നമ്മുടെ ഹീറോയ്ക്ക് കിട്ടുകയും ചെയ്തില്ലേ. അതുപോലെ അവരുടെ മരണകാരണം എന്താണെന്ന് ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചപ്പോൾ അവരുടെ ശരീരത്തിലേക്ക് ആരോ വെറും എയർ ഇഞ്ചക്ട് ചെയ്തിട്ടാണ് അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതെന്നുള്ള ഒരു കൺക്ലൂഷനാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ ഹീറോ ആദ്യം കരുതിയത് ചിലപ്പോൾ വാർഡന് വല്ല ഷുഗറിന്റെയോ അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് ഉപയോഗിച്ചായിരിക്കുന്നതാണ്. എന്നാൽ അങ്ങനെ സിറിഞ്ച് ഉപയോഗിക്കേണ്ട ഒരു സിറ്റുവേഷൻ വാർഡൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഹീറോയ്ക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അതായത് ഹൃത്തിക്ക് എന്തിനായിരിക്കും സിറിഞ്ച് വെച്ചിട്ട് ആ ഒരു എയർ ഇംബോളിസിനെ കുറിച്ചിട്ട് പഠിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ അറിയേണ്ട ആവശ്യം. അതുപോലെ വാർഡൻ മരണപ്പെട്ടത് സെയിം സിറ്റുവേഷനിൽ തന്നെ. അപ്പോൾ ഹൃത്തിക്ക് ആ ഒരു ലെറ്റർ വായിക്കുമ്പോൾ അവന്റെ ഫേസിലുണ്ടാകുന്ന മാറ്റം കാണുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പാവുന്നുണ്ട്,
അതായത് വാർഡനെ കൊലപ്പെടുത്തിയത് അതിവൻ തന്നെയാണ്. അപ്പോൾ അതെന്തിനായിരിക്കും, അന്ന് ശരിക്കും എന്താ സംഭവിച്ചെന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്കാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതായത് ഒരിക്കൽ മനോജും വാർഡനും തമ്മിൽ ഒരു ആർഗ്യുമെന്റ് നടക്കുമ്പോൾ ആ ഒരു ഭാഗത്തൂടെ ഹൃത്തിക് പോയപ്പോഴാണ് അവർ പറയുന്നത് കേൾക്കുന്നത്. അതായത് മര്യാദക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്കൂള് ഞാൻ പറഞ്ഞ ആൾക്ക് എഴുതി കൊടുത്തേക്ക്, അവർ നിങ്ങൾ ചോദിക്കുന്ന പൈസ തരും, അല്ലാതെ കുട്ടികളെ സഹായിക്കുക സർവീസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് ഒരു ഉപകാരമില്ലാതെ എന്തിനാ ഇവറ്റകളൊക്കെ ഇങ്ങനെ പോറ്റാൻ നിൽക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾ പണ്ട് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കുട്ടികളെ സഹായിക്കണം, അത് തന്നെയാണ് ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞാല് പിന്നെ എന്റെ സ്വഭാവം മാറും. മരണപ്പെട്ട ദയയില്ലേ, അവളുടെ ഫോട്ടോ ഞാൻ വൈറലാക്കും മീഡിയയിൽ, ഇതിന്റെ പിന്നിൽ നിങ്ങളാണെന്നും ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലാന്ന് ഞാനൊരു ഇഷ്യൂ അങ്ങ് ഉണ്ടാക്കും. ഇവിടെ എത്രയോ സ്കൂളുകളുണ്ട് പൈസ വാങ്ങിയിട്ട് സർവീസ് ചെയ്യുന്നത്, എന്നാലും നിങ്ങളാണെങ്കിൽ ഫ്രീ ആയിട്ട് എല്ലാവർക്കും സർവീസ് കൊടുക്കുക. എന്നാലും മനോജ് ആണെങ്കിൽ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. ഈ സ്കൂളും ഈ കുട്ടികളെയും അങ്ങനെ തെരുവിലേക്ക് ഇറക്കാൻ എനിക്കൊരു താല്പര്യമില്ല. എന്നാലും ദേശത്തിലെ വാർഡൻ, എന്നാൽ ഞാൻ കാണിച്ചു തരാം, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക നീ കാണിക്ക്. അതും പറഞ്ഞിട്ടാണ് മനോജ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നാൽ ഈ വാർഡൻ കുറെ നാളായിട്ട് ഈ ഒരു സ്കൂളും വിളിപ്പിച്ചിട്ട് അതിന്റെ പൈസയും വാങ്ങിയിട്ട് നാട് വിടാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ അതിനുള്ള സിറ്റുവേഷൻ ഒന്നും ഒത്തില്ല. അപ്പോഴാണ് ദിയ മരണപ്പെടുന്നത്. അപ്പോൾ അതൊരു ടൂളായിട്ട് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്താൻ നോക്കിയതാണ്. എന്നാലും മനോജിനെ പേടിക്കാനൊന്നുമില്ലല്ലോ. ആ ഒരു പെൺകുട്ടിയുടെ മരണ കാരണം ശരിക്കും ഇവള് തന്നെയാണ്. കാരണം ഇവളുടെ അശ്രദ്ധയിലാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്, അല്ലാതെ അങ്ങേർക്ക് അതുമായിട്ടൊരു ബന്ധമില്ലല്ലോ. അതുകൊണ്ടാണ് ധൈര്യത്തില് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നാൽ ഈ വാർഡൻ പറഞ്ഞില്ലേ എല്ലാ കാര്യവും നമ്മുടെ ഹൃത്തിക് കേൾക്കുന്നുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവൻ ഉറപ്പായിട്ടുണ്ട് ഈ ഒരു സ്ത്രീയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ സ്കൂൾ ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോൾ തന്റെ കൂട്ടുകാരായിരുന്ന ദിയ മരണപ്പെട്ടില്ലേ, അതുപോലെ പല കുട്ടികളും ഇവിടുന്ന് മരണപ്പെടാം, അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന എല്ലാ പാവപ്പെട്ട കുട്ടികളും തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരും. പിന്നെ അവർക്ക് പഠനം നൽകാനായിട്ട് വേറെ ഏതെങ്കിലും പണം കൊടുത്തിട്ട് സർവീസ് വാങ്ങുന്ന സ്കൂളിൽ ചേരേണ്ടി വരും, അല്ലെങ്കിൽ ഈ സ്കൂൾ വേറെ പണക്കാരുടെ കയ്യിലെത്തി കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ പഠിക്കണമെങ്കിലും പണം കൊടുക്കേണ്ടി വരില്ലേ. വളരെ താഴെക്കടയിലുള്ള ഹൃത്തികിനെ പോലുള്ള കുട്ടികൾക്ക് അത് ഒരിക്കലും പോസിബിൾ ആവില്ലല്ലോ. അപ്പോൾ ആ കുട്ടികളെ മുഴുവൻ രക്ഷിക്കാന് ഓൾറെഡി മരണപ്പെട്ട ദിയക്ക് നീതി വാങ്ങിക്കൊടുക്കാന് അവൻ ആകെ ഒരു വഴി മുമ്പിലുണ്ടായിരുന്നുള്ളൂ. അതായത് ഈ ഒരു സ്ത്രീയെ ഇവരെ ലോകത്തുനിന്ന് പറഞ്ഞയക്കുക. നമ്മുടെ ഹൃത്തികിനില്ലേ, അവന് കണ്ണ് മുഴുവനായിട്ട് കാണാതെയില്ല, ഒരു 80% ബ്ലർനെസ് ഉണ്ട്. എന്നാലും ആളുകളുടെയും നിഴലൊക്കെ അവന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവൻ മനസ്സിൽ ഉറപ്പിച്ചിട്ട് കയ്യിൽ സിറിഞ്ചുമായിട്ട് ആ ഒരു വാർഡൻ റൂമിൽ അവർ കടന്ന ശേഷം പതിയെ കയറിയിട്ട് അവരുടെ കയ്യിൽ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്താണ്. അതിനുശേഷം അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടാണ് അവർ മരണപ്പെടുന്നത്. പിന്നീട് ആ ഒരു സിറിഞ്ച് ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ജനലിലൂടെ തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. ശരിക്ക് അന്ന് സംഭവിച്ച കാര്യം ഹൃത്തിക്ക് മനസ്സിൽ ഓർത്തു നോക്കുകയാണ്. എന്നാൽ അവസാനം ഹീറോ എഴുതിയിട്ടുണ്ട്, നീ ഒരിക്കലും പേടിക്കണ്ട, ഒരിക്കലും ഇവിടെ നടന്നത് ആ വാർഡന്റെ മരണം ആരും പുറത്തറിയാൻ പോകുന്നില്ല. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നീ എന്നെ ഓർത്താൽ മതി, അല്ലാതെ മോശമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കരുത്. അപ്പോൾ നിന്റെ കൂട്ടുകാരി പാല് വരാൻ പോവാണ്, അവളുമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഇനി അങ്ങോട്ട് നിന്റെ ലൈഫ് നിലയുടെ. അതുപോലെ നമ്മുടെ ഹൃത്തിക് പ്രതീക്ഷ പോലെ തന്നെ അവന്റെ കൂട്ടുകാര് തിരിച്ച് സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പഴയതിലും വളരെ സന്തോഷത്തോടെ ആ ഒരു സ്കൂളിൽ അടിച്ചു പൊളിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഹീറോയില്ലേ സ്വന്തം ജോലി തന്നെ രാജിവെച്ചിട്ട് തന്റെ നാട്ടിലേക്ക് അച്ഛനെയും അമ്മയും കാണാൻ അവരുടെ അരികിലേക്ക് പോവാണ്. അല്ല, ഹീറോ എന്തിനാ തന്റെ ജോലി രാജിവെച്ചെന്ന് വെച്ചാല് കുറ്റവാളിയെ ഹീറോ കണ്ടെത്തിയിട്ടും അവന് ഒരിക്കലും ഹീറോയ്ക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അവൻ ചെയ്തതിൽ ഒരു ന്യായമുണ്ട്. അതുപോലെ കുറ്റവാളിയായിട്ട് ഇപ്പോൾ പോലീസിന് പിടിച്ചു കൊടുത്തുള്ള ഗോവിന്ദില്ലേ, അവനും അത്ര നല്ലൊരുത്തനൊന്നല്ല. അവന്റെ പേരിലും കുറെ കേസുകളുണ്ട്. അതുപോലെ കണ്ണു കാണാൻ പറ്റാത്ത ഒരു പെൺകുട്ടിയെ അവനും റേപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തതല്ലേ. അപ്പോൾ അവനും ശിക്ഷ കിട്ടിയിട്ട് നന്നാവട്ടെ എന്ന് ഹീറോ കരുതതാണ്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? പല ട്വിസ്റ്റുകളായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രതീക്ഷ പോലെയോ അല്ലെങ്കിൽ ഗസ് ചെയ്യാൻ വിടാതെ നല്ലോണം പിടിച്ചിരുത്തിയ അടിപൊളി ഒരു സസ്പെൻസ് ത്രില്ലർ ആയിരുന്നില്ലേ. അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടു ഞാൻ കരുതാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ട്വിസ്റ്റ് മലയാളം എന്ന നമ്മുടെ ചാനൽ കൂട്ടുകാർക്കും ഫാമിലിക്കും പരിചയപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു അടിപൊളി കഥയായിട്ട് അധികം വൈകാതെ തന്നെ നമുക്ക് കണ്ടുമുട്ടാം. അപ്പോൾ അതുവരേക്കും ടാറ്റ, ബൈ ബൈ.